അത് കടവുൾ ഇല്ലേ കടവുൾ ഇല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. കടവുൾ ഇല്ലേ കടവുൾ ഇല്ലേ, കടവുളെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ മുട്ടാൾ എന്നാണ് അദ്ദേഹം പറയുന്നത്. ദൈവമില്ല ദൈവമില്ല, ദൈവമുണ്ടെങ്കിൽ എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവൻ വിഡ്ഢിയാണ് എന്നർത്ഥം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആർ മുട്ടാൾ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. പ്രായം കൂടി നിങ്ങൾ നോക്കണം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദൈവമില്ല ദൈവമില്ല എന്ന് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്രാഹ്മിൻസിൻ്റെ ഒരു ബദ്ധ ശത്രുവായി തീരുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോഴാണ് നമുക്കറിയാവുന്നത് പോലെ തന്നെ 1924 കേരളത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സമരം നടക്കുന്നുണ്ടായിരുന്നു, വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹത്തിൽ അന്ന് നടത്തിയിരിക്കുന്ന നേതാക്കന്മാരെ മുഴുവനും തന്നെ തിരുവിതാംകൂർ ഗവൺമെൻറ് ജയിലിലടച്ചു. അപ്പോൾ സമരം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണം എന്ന് പറയുമ്പോൾ പെരിയാറെയാണ് ആദ്യം ആലോചിച്ചത്. അപ്പോൾ ഗാന്ധി പെരിയാറെ ആ ദൗത്യം ഏൽപ്പിക്കുന്നു. ഞാൻ കഴിഞ്ഞ 20 വർഷമായി തമിഴ്നാട്ടിൽ സ്ഥിരം എന്ന് പറയേണ്ട താമസം ആക്കിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അവിടെ നിന്ന് കിട്ടിയിട്ടുള്ള അറിവും അതേപോലെ പെരിയാർ എന്ന് പറയുന്ന ആൾ എൻ്റെ മനസ്സിലുണ്ടാക്കിയിട്ടുള്ള ചില തോന്നലുകളുമാണ് ഈ പ്രബന്ധത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയാം. നമുക്ക് നേരിട്ട് അതിലേക്ക് പോകുമ്പോൾ ടൈറ്റിൽ സൂചിപ്പിക്കുന്നത് പോലെ ഇത് പെരിയാറിൻ്റെ ഭാഷാ ദർശനം തന്മതിപ്പിൻ്റെ രാഷ്ട്രീയം എന്നാണ്. ഇപ്പം നമുക്ക് ഏറ്റവും കൂടുതൽ പരിചയമുള്ള ഒരു കാര്യമാണ് മതിപ്പുണ്ടാവുക എന്നുള്ളത്. മതിപ്പ് എന്ന് പറയുമ്പോൾ അതിൽ ഡിഗ്നിറ്റി ഉണ്ട്, റെസ്പെക്റ്റ് ഉണ്ട്, അതേപോലെ തന്നെ അതിൽ ഒരു വിശ്വാസം ഉണ്ട്. അതാണ് ഏതൊരു വ്യക്തിയുടെയും ഉള്ളിൽ ഉണ്ടായിരിക്കേണ്ട സംഗതി എന്നർത്ഥം. നമുക്ക് സ്വന്തമായ ഒരു മതിപ്പുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരെ മതിക്കാനായിട്ട് സാധിക്കൂ. അവമതിക്കാതിരിക്കാനുള്ള കഴിവും കൂടിയാണ് സ്വന്തം മതിപ്പുണ്ടാവുമ്പോൾ നമുക്ക് സാധ്യമാകുന്ന ഒന്ന് എന്ന് പറയുന്നു. അത് പെരിയാർ ഈ പദത്തിന് തുല്യമായിട്ടൊരു പദം ഉപയോഗിച്ചിരുന്നു. അത് സ്വയം മര്യാദ എന്നാണ്. സ്വയം മര്യാദ എന്ന് പറഞ്ഞാൽ സ്വയം മര്യാദ എന്നാണ്. സ്വയം മര്യാദ എന്ന് പറഞ്ഞാൽ സെൽഫ് റെസ്പെക്റ്റ് എന്നുള്ളതാണ്. അപ്പോൾ സെൽഫ് റെസ്പെക്റ്റ് എന്ന് പറയുന്നതിന് ഉള്ള തർജ്ജമയാണ് തന്മതിപ്പ് എന്ന് പറയുന്നത്. ആ തന്മതിപ്പിൽ നിന്ന് അദ്ദേഹത്തിനുണ്ടായിരുന്ന മൊഴി മതിപ്പ് എന്തായിരുന്നു, ഭാഷയെക്കുറിച്ചുള്ള മതിപ്പ് എന്തായിരുന്നു എന്നുള്ളതിലാണ് ഞാൻ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഉദ്ദേശിക്കുന്നത്. പെരിയാർ ഏതാണ്ട് നമ്മുടെ കേരളത്തിൽ ഒഴുകുന്ന പെരിയാർ പോലെ തന്നെയാണ്, വളരെ നീണ്ടു കിടക്കുന്നതാണ്, ആഴമുള്ളതാണ്. അതുകൊണ്ട് തന്നെ പെരിയാറിൻ്റെ എല്ലാ കാര്യങ്ങളും സ്പർശിച്ചു പോകാനൊന്നും ഒരു എത്ര സമയം, അതെ, ഒരു 60 മിനിറ്റ് കൊണ്ട് സാധിക്കണമെന്നില്ല. 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ കൂടുന്നതാണല്ലോ. 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ കുറച്ച് സമയം എന്നുള്ളൊരു തോന്നലുണ്ടാവില്ല. അതുകൊണ്ട് ഞാൻ 60 മിനിറ്റ് എന്ന് പറഞ്ഞാൽ 60 മിനിറ്റ് കൊണ്ട് സാധിക്കണമെന്നില്ല. എങ്കിലും ചില കാര്യങ്ങൾ ഞാൻ ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില കാര്യങ്ങൾ പറയാനാണ് ഉദ്ദേശിക്കുന്നത് എന്നർത്ഥം. അപ്പോൾ ഈ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭാഷയുമായിട്ടുള്ള അല്ലെങ്കിൽ ഭാഷയിലെ ചില പരികൽപ്പനകൾ സംസ്കാര പഠനത്തിന് ഉപയോഗിച്ചിട്ടുള്ള പ്രദീപിന് തന്നെ ഞാൻ ഈ പ്രബന്ധം ഡെഡിക്കേറ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇനി ഇവിടെ ശ്രദ്ധിച്ചാൽ ഇപ്പോൾ പെരിയാറിനെ നേരിട്ട് അറിയുന്നവരുണ്ടാവും. പെരിയാറിനെ കുറിച്ചിട്ട് ചിലപ്പോൾ പെരിയാർ എന്നുള്ള സിനിമ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ആരും കണ്ടിട്ടുണ്ടോ പെരിയാർ എന്നുള്ള സിനിമ? അതിൽ ഉണ്ടെങ്കിൽ പറയണം അതിലെ നായകൻ ആരായിരുന്നു എന്ന്, നായകനായിട്ട് അഭിനയിച്ചത്. ഇല്ലെങ്കിൽ പറയണമെന്നൊന്നുമില്ല, കാണാത്തത് പറയാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ സിനിമ കണ്ടിട്ടുണ്ടാവും. അതേപോലെ 1879 അദ്ദേഹത്തിൻ്റെ ജന്മവർഷം. അതേപോലെ 73 അദ്ദേഹം മരിച്ചു എന്നുള്ള. അതിൻ്റെ അടുത്ത് തന്നെ ഞാൻ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അത് ഭംഗിക്ക് വേണ്ടി മാത്രം കൊടുത്ത ചിത്രമല്ല, ഭംഗിയുണ്ട് ആ ചിത്രത്തിന്. അത് ഒരു കേൾവി എന്ന് പറയുന്ന ഒരു സംഗതിയാണ്. പെരിയാറെ ഇന്ന് നമ്മൾ കേൾക്കേണ്ടതുണ്ടോ? അതായത് ഒരു ചെറിയ കാര്യങ്ങൾ പോലും അസ്വസ്ഥരാക്കുന്ന, കലാപകാരികളാക്കുന്ന തരത്തിൽ മതവിശ്വാസം മാറിപ്പോയൊരു കാലഘട്ടത്തിൽ ജീവിക്കുന്ന നമ്മൾ പെരിയാറെ എത്രത്തോളം കേൾക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ആ സിമ്പൽ കൊണ്ട് ഞാൻ അർത്ഥമാക്കുന്നതെന്നർത്ഥം. വളരെ
ലോലമായ കാര്യങ്ങൾ പോലും നമ്മളെ അക്രമോത്സുകരാക്കുന്ന ഒരു കാലഘട്ടം ആണിത്. അതോടൊപ്പം തന്നെ നമ്മൾ സംസാരിക്കുന്ന ഭാഷ തന്നെ വളരെ അഗ്രസീവായി മാറുന്ന ഒരു കാലഘട്ടം കൂടിയാണിത്. ഒരു അക്കാദമിക് സെമിനാറിൽ പോലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോഴും ഉത്തരം പറയുമ്പോഴും തന്നെ ഇതൊരു അഗ്രസീവിൻ്റെ തലത്തിലേക്ക് പോകുന്നത് കാണുമ്പോൾ എനിക്ക് വളരെയധികം സങ്കടം തോന്നാറുണ്ട്. അങ്ങനെയാണോ ചർച്ച മാറേണ്ടത് എന്ന് തോന്നാറുണ്ട്. അങ്ങനെയൊരു അന്തരീക്ഷമാണ് നമുക്ക് ചുറ്റിലുമുള്ളത്. അപ്പോൾ ആ തലത്തിൽ ഈ നമ്മുടെ പൊതുമണ്ഡലങ്ങളിൽ എങ്ങനെയായിരുന്നു വ്യവഹാരങ്ങൾ നടന്നിരുന്നത് എന്നറിയുന്നതിന് വേണ്ടിയുള്ള ഒരു റീവിസിറ്റ് കൂടിയാണ് പെരിയാറിനെ കുറിച്ച് പറയാൻ ഉദ്ദേശിക്കുന്നതെന്നർത്ഥം. അപ്പോൾ ഇത് ഒന്ന് വായിച്ചു നോക്കാവുന്നതാണ്. അതിൽ പറയുന്ന ദി പ്രോഫിറ്റ് ആരാണ് പെരിയാർ എന്നതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന് 1970 27 ജൂണിൽ യുനെസ്കോ ഒരു അവാർഡ് കൊടുത്തിരുന്നു. ആ അവാർഡിലെ സൈറ്റേഷനിൽ അദ്ദേഹത്തെക്കുറിച്ച് പറയുന്ന പദം ദി പ്രോഫിറ്റ് ഓഫ് ന്യൂ ഏജസ്, ദി സോക്രട്ടീസ് ഓഫ് സൗത്ത് ഏഷ്യ, ഫാദർ ഓഫ് സോഷ്യൽ റിഫോം മൂവ്മെൻറ്റ് ആൻഡ് ദി ആർക്ക് എനിമി ഓഫ് ഇഗ്നോറൻസ്, സൂപ്പർസ്റ്റിഷ്യൻസ്, മീനിങ്ലെസ് കസ്റ്റംസ് ആൻഡ് ബേസ് മാനർ എന്നാണ് അവർ കൊടുത്തിട്ടുള്ള സൈറ്റേഷനിൽ പറഞ്ഞിരിക്കുന്നത് എന്നർത്ഥം. എന്ന് വെച്ചാൽ നവലോകത്തിൻ്റെ പ്രവാചകൻ, തെക്ക് കിഴക്കൻ ഏഷ്യയുടെ സോക്രട്ടീസ്, സാമൂഹിക പരിഷ്കരണത്തിൻ്റെ പിതാവ്, അവഗണന, അന്ധവിശ്വാസം, അർത്ഥശൂന്യമായ ആചാരാനുഷ്ഠാനങ്ങൾ എന്നിവയുടെ ശത്രു ആയിട്ടാണ് അദ്ദേഹത്തെ അവർ അംഗീകരിച്ചിരിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മാത്രമല്ല സൗത്ത് ഏഷ്യയുടെ സോക്രട്ടീസ് എന്നുള്ള രീതിയിലാണ് അദ്ദേഹം അറിയപ്പെടുന്നത് എന്നറിയാം. അപ്പോൾ അങ്ങനെയാകുന്ന സന്ദർഭത്തിൽ സോക്രട്ടീസ് എന്ന് പറയുന്ന ചില ഗുണങ്ങൾ അദ്ദേഹത്തിൽ കണ്ടതുകൊണ്ടായിരുന്നല്ലോ. നമുക്കറിയാം സോക്രട്ടീസിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നതിൽ അദ്ദേഹം പ്രായോഗിക ജ്ഞാനത്തിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു, യുക്തിയിൽ വിശ്വസിച്ചിരുന്ന ഒരാളായിരുന്നു, ധാർമ്മികതയിൽ വിശ്വസിച്ചിരുന്ന ആളായിരുന്നു. അതുപോലെ തന്നെ ദൈവനിന്ദ വേണ്ടുവോളമുള്ള ആളായിരുന്നു. എങ്കിലും നിരീശ്വരവാദിയായിരുന്നില്ല സോക്രട്ടീസ്. അത് നമുക്കറിയാം. അവസാനം അദ്ദേഹം ദൈവത്തെ വിളിച്ച് തൻ്റെ ശിക്ഷാ നടപടിയിൽ നിന്ന് തന്നെ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മൾക്ക് ആലോചിക്കാം. എന്നാൽ നേരത്തെ പറഞ്ഞിട്ടുള്ള പ്രായോഗിക ജ്ഞാനം, യുക്തി, ധാർമ്മികത എന്നിങ്ങനെയുള്ള എല്ലാ ഗുണങ്ങളും പെരിയാറിനുള്ളതുകൊണ്ടാണ് അവർ സോക്രട്ടീസുമായിട്ട് അദ്ദേഹത്തെ കമ്പയർ ചെയ്ത്. മറ്റൊരു കമ്പാരിസൺ എന്ന് പറയുന്നത് റൂസോ ആയിട്ടാണ് അദ്ദേഹത്തെ പറയാറുള്ളത്. അദ്ദേഹം റൂസോ ആണ്. റൂസോ നിങ്ങൾക്കറിയാം, ഫ്രഞ്ച് ഫിലോസഫറാണ്. ജസ്റ്റിസ് പാർട്ടി എന്നുള്ളൊരു പാർട്ടി പണ്ട് തമിഴ്നാട്ടിലുണ്ടായിരുന്നു. ആ ജസ്റ്റിസ് പാർട്ടിയാണ് പിൽക്കാലത്ത് ദ്രാവിഡ കഴകമായി തീർന്നത്. ആ ദ്രാവിഡ കഴകത്തിൽ നിന്നാണ് ദ്രാവിഡ മുന്നേറ്റ കഴകം എന്ന് പറയുന്ന ഇന്നത്തെ DMK ഉണ്ടായതെന്നൊക്കെ രാഷ്ട്രീയ ചരിത്രം അറിയാവുന്ന നിങ്ങൾക്കറിയുമെന്നുള്ള കാര്യം എനിക്കറിയാം. അതിൽ ജസ്റ്റിസ് പാർട്ടിയിലെ രാമസ്വാമി മുതലാർ എന്ന് പറയുന്ന ആൾ അദ്ദേഹത്തെ റൂസോ എന്നാണ് വിളിച്ചിരുന്നത്. തമിഴ്നാടിൻ്റെ റൂസോ എന്നാണ് വിളിച്ചത്. അങ്ങനെയാണെങ്കിൽ റൂസോയ്ക്കുള്ള ചില ഗുണഗണങ്ങൾ പെരിയാറിനുണ്ടായിരിക്കണമല്ലോ. അങ്ങനെ നോക്കുമ്പോൾ റൂസോ സംസാരിച്ചിരുന്നത് വളരെ അധികം ലളിതമായ ഭാഷയിലായിരുന്നു. ലളിതമായ ഭാഷയിൽ സംസാരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മെ ചേർത്ത് നിർത്തുന്ന ഒരു ഭാഷയിൽ സംസാരിക്കാനുള്ള കഴിവ് എന്നാണ് അർത്ഥം. പറയുന്നതിനോടൊപ്പം സഞ്ചരിക്കുവാനുള്ള വാക്കുകളുടെ സന്നദ്ധതയുണ്ടാക്കുകയാണ് ലളിത ഭാഷ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് റൂസോയെ പോലെ പെരിയാർക്കും സാധിച്ചിട്ടുണ്ട് എന്നായിരിക്കണം അർത്ഥമാക്കുന്നത്. മറ്റൊന്ന്, അദ്ദേഹത്തിനോട് കിട്ടിയിട്ടുള്ള ജനസമ്പർക്കം. ഞാൻ പറയാം, 1973 ഡിസംബർ 24 അദ്ദേഹം മരിക്കുന്നത്. ആ മരിക്കുന്നതിൻ്റെ തൊട്ട് അടുത്ത് 4 ദിവസം മുമ്പ് വരെ അദ്ദേഹം ജനങ്ങളുടെ കൂടെയായിരുന്നു. ജനങ്ങളുടെ കൂടെ എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് മൂത്രാശയ സംബന്ധമായ രോഗമുണ്ടാകുന്ന സന്ദർഭത്തിൽ പോലും അത് കിറ്റിട്ടുകൊണ്ട് അദ്ദേഹം സംസാരിക്കാൻ വേണ്ടി പോയിരുന്നു എന്ന് പറയാം. അത്രമാത്രം ജനസമ്പർക്കമുള്ള ഒരാളായിരുന്നു അദ്ദേഹം റൂസോയെ പോലെ എന്നർത്ഥം. പക്ഷേ റൂസോ മെറ്റാഫിസിക്കൽ ആകിയിരുന്നില്ല അദ്ദേഹത്തിൻ്റെ ഫിലോസഫി എന്നുള്ളത് പോലെ തന്നെ ഇദ്ദേഹത്തെ ഒരു മെറ്റാഫിസിക്കലായിട്ടുള്ള ഒന്നായിരുന്നില്ല റൂസോ ചെയ്തിരുന്നത് എന്നർത്ഥം. നമ്മുടെ പെരിയാർ ചെയ്തിരുന്നത് എന്താണ്, പെരിയാറിൻ്റെ തത്വചിന്തയിൽ ഉണ്ടായിരുന്ന അർത്ഥം. അതുകൊണ്ട് ഇന്നിപ്പോൾ ഒരു തർക്കം തമിഴ്നാട്ടിലെ ബുദ്ധിജീവികളുടെ ഇടയിൽ നടക്കുന്നുണ്ട്. ആ തർക്കം എന്താണെന്ന് വെച്ചാൽ അത് പെരിയാർ ഫിലോസഫറാണോ അല്ലയോ എന്നുള്ളതാണ് തർക്കം.
തത്വചിന്തകനാണോ അല്ലയോ എന്നുള്ളത്. ഞാൻ നേരത്തെ സുധീഷിനോടും നമ്മുടെ നാസറിനോടും സംസാരിക്കുമ്പോൾ പറഞ്ഞു, അത്തരത്തിലുള്ള പ്രിസ്ക്രിപ്റ്റീവ് ജ്ഞാനം ആണോ അല്ലയോ എന്നുള്ളതിൻ്റെയൊക്കെ കാലം കഴിഞ്ഞു പോയി എന്നുള്ളത്. എങ്കിലും ആളുകൾ ബുദ്ധിജീവികൾ ചെയ്യും. അപ്പോൾ വെങ്കടാചലപതി എന്ന് പറയുന്ന നമുക്കറിയാം, കോഫിയെക്കുറിച്ചിട്ടൊക്കെ എഴുതിയിട്ട് നിങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ഹിസ്റ്റോറിയാണ്, തമിഴ്നാട്ടിൽ അറിയപ്പെടുന്ന ഈ പ്രാവശ്യത്തെ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡൊക്കെ അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിന് കിട്ടിയിട്ടുണ്ട്. അദ്ദേഹം പറയുന്നത് ഫിലോസഫർ ആയിരുന്നില്ല, അദ്ദേഹത്തെ ഒരു ഫിലോസഫർ എന്ന് വിളിക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളത്. അതുപോലെ തന്നെയാണ് പെരിയാറിസ്റ്റ് ആയിട്ടുള്ള കാർത്തിക് മനോഹരനും പറയുന്നത് ഇദ്ദേഹം ഫിലോസഫർ അല്ല. അതെന്താ ആയിക്കൊള്ളട്ടെ, നമുക്ക് പിന്നീട് തീരുമാനിക്കാം എന്താണെന്നല്ല, അങ്ങനെ ഒരു തീരുമാനത്തിൻ്റെ ആവശ്യമുണ്ടോ എന്നുള്ളത് കാര്യം പിന്നീട് തീരുമാനിക്കാമെന്നർത്ഥം. അങ്ങനെ നോക്കുമ്പോൾ ഇദ്ദേഹം കാർത്തിക് മനോഹരൻ പറയുന്നത് അദ്ദേഹത്തിന് നമ്മുടെ സോക്രട്ടീസ് ആയിട്ടല്ല, റൂസോ ആയിട്ടല്ല ബന്ധമുള്ളത് വോൾട്ടെയർ ആയിട്ടാണ്. അദ്ദേഹം ഒരു ഫ്രഞ്ച് ഫിലോസഫറാണെന്ന് നിങ്ങൾക്കറിയാം. വോൾട്ടെയറുമായിട്ടാണ് കൂടുതൽ പെരിയാർ അടുത്ത് നിൽക്കുന്നത് എന്ന് പറയുന്നു. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, വോൾട്ടെയർ വിദ്യാഭ്യാസത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നു. സാമൂഹികമായ ഉന്നമനത്തിന് വിദ്യാഭ്യാസം എത്രത്തോളം മുന്നേറുമെന്നുള്ള കാര്യത്തെക്കുറിച്ചിട്ട് വോൾട്ടെയർ മനസ്സിലാക്കിയിരുന്നു. അതുപോലെ തന്നെയായിരുന്നു പെരിയാറും എന്ന് പറയാം. അതുപോലെ തന്നെ നാടിൻ്റെ വളർച്ച എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ വളർച്ചയാണെന്ന് വോൾട്ടെയർ മനസ്സിലാക്കി. അങ്ങനെ തന്നെയുള്ള ഒരു പ്രവർത്തനമായിരുന്നു പെരിയാർ നടത്തിയിരുന്നത് എന്നർത്ഥം. അതുപോലെ യുക്തിചിന്ത അഥവാ യുക്തിബോധം എന്നതിന് വലിയ പ്രാധാന്യം വോൾട്ടെയർ നൽകിയിരുന്നു. നമുക്കറിയാം, പെരിയാർ എന്ന് പറയുന്ന ആളുകൾ എതിർക്കാനുള്ള ഏറ്റവും വലിയ കാര്യം അദ്ദേഹത്തിൻ്റെ യുക്തിവാദം ആയിരുന്നു. മതവിമർശനമായിരുന്നു വോൾട്ടെയറുടെ ഒരു പ്രധാന സംഗതി. അത് തന്നെയായിരുന്നു പെരിയാറും ചെയ്തിരുന്നത് എന്നർത്ഥം. അപ്പം അങ്ങനെ എന്തുകൊണ്ടാണ് നമ്മൾ ഇന്ത്യൻ ഫിലോസഫേഴ്സിനെ വെസ്റ്റേൺ ഫിലോസഫേഴ്സുമായിട്ട് താരതമ്യം ചെയ്യുന്നു എന്നതിനെ കുറിച്ചിട്ട് ഓറിയൻ്റലിസം മനസ്സിലാക്കിയ നിങ്ങളോട് ഞാൻ പറയേണ്ട ആവശ്യമില്ല. എങ്കിലും നമുക്ക് പെരിയാറിനെ, എനിക്ക് തോന്നിയിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ, തമിഴ്നാട് ലോക ജനതയ്ക്ക് പ്രദാനം ചെയ്തിട്ടുള്ള ദാർശനികനാണ് എന്ന് തന്നെയാണ് ഇതൊക്കെ വായിച്ചുകൊണ്ടുള്ള എൻ്റെ ഒരു വിലയിരുത്തൽ എന്നർത്ഥം. അതോടൊപ്പം തന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിൽ പല നേതാക്കന്മാരും പുലർത്തിപ്പോന്നിട്ടുള്ള ദേശബോധമോ ദേശീയബോധമോ ഭാഷാബോധമോ ആയിരുന്നില്ല പെരിയാറിൻ്റേത്. പെരിയാർ വിശ്വസിച്ചിരുന്നത് ഒറ്റ രാഷ്ട്രത്തിൽ, ആ രാഷ്ട്രം ദ്രാവിഡ രാജ്യമാണ്. ആ ദ്രാവിഡ രാജ്യം അഥവാ ദ്രാവിഡ നാടിന് ഒരേ ഒരു ഭാഷ, അത് തമിഴാണ് എന്ന് അദ്ദേഹം അന്നും സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിന് ശേഷവും പറഞ്ഞ ഒരു വ്യക്തിയാണ്. അർത്ഥത്തിലും അദ്ദേഹം ഇന്ത്യൻ ദേശീയതയോട് വിഘടിച്ച് നിൽക്കുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്നർത്ഥം. ഞാൻ പറഞ്ഞല്ലോ, ഇത്രമാത്രം അസാമാന്യമായ ഒരു ധൈര്യമുള്ള ഒരാളാണ് പെരിയാർ എന്ന് മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് തമിഴ്നാട് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ വെബ്സൈറ്റിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് തമിഴ്നാടിൻ്റെ ഐക്കണായിട്ട് കിട്ടുന്ന കാര്യം എന്ന് പറയുന്ന ക്ഷേത്രങ്ങളാണ് പ്രധാനമായും. ടൂറിസ്റ്റ് മാപ്പിൽ മാത്രമല്ല, വെറുതെ ഒന്ന് ക്ലിക്ക് ചെയ്താൽ തമിഴ്നാട്ടിൽ കിട്ടുന്നത് ക്ഷേത്രങ്ങളാണ്. വലിയ വലിയ ക്ഷേത്രങ്ങൾ നമ്മുടെ തമിഴ്നാട്ടിൽ ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ദി ലാൻഡ് ഓഫ് ടെമ്പിൾസ് എന്നാണ് തമിഴ്നാട് അറിയപ്പെടുന്നത് തന്നെ. ടൂറിസ്റ്റിൻ്റെ ഒരു ആപ്തവാക്യം. നമ്മുടേത് ഗോഡ്സ് ഓൺ കൺട്രി ആണെങ്കിൽ അത് ദി ടെമ്പിൾ, ദി ലാൻഡ് ഓഫ് ടെമ്പിൾ എന്നാണ് തമിഴ്നാട് അറിയപ്പെടുന്നത് എന്നർത്ഥം. അങ്ങനെ ക്ഷേത്രങ്ങൾ ചുറ്റപ്പെട്ടിട്ടുള്ള ബ്രാഹ്മണിസം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിൽ പെരിയാർ ചെയ്തതെന്താണെന്ന് നോക്കൂ. ഈ ചിത്രം ഇതുപോലെയുള്ള ചിത്രങ്ങളാണ് നമുക്ക് പൊതുവെ പെരിയാർ തമിഴ്നാട് വെച്ച് ദി ലാൻഡ് ഓഫ് ടെമ്പിൾസ് എന്നുള്ള ആ ലാൻഡ് ഓഫ് ടെമ്പിൾസിലെ അതിനോടൊപ്പം തന്നെ ആളുകൾക്ക് കാണാൻ പറ്റുന്ന ഒന്ന്, ഒരു മനുഷ്യൻ ഇങ്ങനെ കുത്തിരിഞ്ഞ് ഒരു കയ്യിൽ ചൂരലും ഒരു കൈ ഇങ്ങനെ വിരൽ ചൂണ്ടി നിൽക്കുന്ന ധാരാളം പ്രതിമ തമിഴ്നാട്ടിലൂടെ സഞ്ചരിച്ച ആളുകളെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ പറ്റും. ഈ പ്രതിമ അത് പെരിയാർ പ്രതിമയാണ്. എന്നാൽ 2016 ശേഷം പെരിയാർ പ്രതിമകൾക്ക് അപകടം നേരിടുന്നത്, അതിന് നാശം സംഭവിക്കുന്നത്, അത് തച്ചുടയ്ക്കപ്പെടുന്നത് 2016 ശേഷമാണെന്ന് ആലോചിക്കണം. അതിൻ്റെ കോണ്ടെക്സ്റ്റ് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാമല്ലോ എന്തുകൊണ്ടാണ് പെരിയാർ പ്രതിമകൾ തന്നെ. അതുമാത്രമല്ല, പെരിയാറിൻ്റെ പുതിയ പ്രതിമകൾ വെക്കുന്നതിൽ BJP പാർട്ടിക്ക് യാതൊരു തരത്തിലുള്ള താല്പര്യവുമില്ല. അവർ സമരം ചെയ്യുകയും ചെയ്യുന്നുള്ള ഒരു അന്തരീക്ഷം ഇന്ന് തമിഴ്നാട്ടിൽ ഉണ്ടെന്നർത്ഥം. അതിൻ്റെ കാരണമാണ് ഞാൻ അടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്നത്. അത് കടവുൾ ഇല്ലേ എന്നാണ് അദ്ദേഹം പറയുന്നത്. കടവുൾ ഇല്ലേ, കടവുൾ ഇല്ലേ. കടവുളെ ഉണ്ടാക്കിയിട്ടുള്ള ആളുകൾ മുട്ടാൾ എന്നാണ് അദ്ദേഹം പറയുന്നത്.
ദൈവമില്ല, ദൈവമില്ല. ദൈവമുണ്ടെങ്കിൽ എന്ന് ആരെങ്കിലും പറയുകയാണെങ്കിൽ അവൻ വിഡ്ഢിയാണ് എന്നർത്ഥം. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആർ മുട്ടാൾ ആണ് എന്നാണ് അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നർത്ഥം. ആ പ്രായം കൂടി നിങ്ങൾ നോക്കണം. അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ ദൈവമില്ല, ദൈവമില്ല എന്ന് എപ്പോഴും സംസാരിച്ചു കൊണ്ടിരിക്കുന്ന ആളായതുകൊണ്ട് തന്നെ അദ്ദേഹം ബ്രാഹ്മിൻസിൻ്റെ ഒരു ബദ്ധ ശത്രുവായി തീരുകയാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും അദ്ദേഹം കാസ്റ്റിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. അതും കേൾക്കാൻ സാധ്യതയില്ലാത്തതുകൊണ്ട് ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതിൻ്റെ ട്രാൻസ്ലേഷൻ തെറ്റില്ലല്ലോ. അത് ഇത്രയേ ഉള്ളൂ. നമ്മൾ ജാതി, ഇപ്പോൾ കുറച്ച് നായ്ക്കളെ നിങ്ങൾ കൊണ്ടുവന്ന്, അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അതാണ്, കുറച്ച് നായ്ക്കളെ കൊണ്ടുവന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ നിർത്തിത്തരുന്നു. ആ നായ്ക്കൾ അടയാളം വെച്ചുകൊണ്ട് ഒന്ന് അൽസേഷ്യനാണ്, ഒന്ന് നാടനാണ്, ഒന്ന് അതാണെന്ന് നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുമല്ലോ. എന്നാൽ ഞാൻ കുറച്ച് മനുഷ്യന്മാരെ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടു നിർത്തുന്നു. നിങ്ങൾക്ക് അടയാളം കാണിച്ചു തരാമോ? എന്തിൻ്റെ അടയാളം? ജാതിയുടെ അടയാളം കാണിച്ചു തരാൻ പറ്റുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആ തരത്തിൽ ജാതിക്കെതിരെ, മതത്തിനെതിരെ ഇങ്ങനെ നിരന്തരം പോരാടിയിരുന്ന ഒരാളായിരുന്നു പെരിയാർ എന്നർത്ഥം, മരണം വരെ എന്നുള്ള. ആ പെരിയാറിൻ്റെ ഒരു ബ്രീഫായിട്ടുള്ളൊരു ചരിത്രം കൂടി നമ്മൾ പറയേണ്ടതുണ്ട് എന്നാണ് അർത്ഥം. പെരിയാറിൻ്റെ സമര ജീവിതം എന്നാണ് ഞാൻ അതിന് ടൈറ്റിൽ കൊടുത്തിരിക്കുന്നത്. അതെന്താണെന്ന് വെച്ചാൽ, അദ്ദേഹം പെരിയാറെ കുറിച്ചിട്ട് നിങ്ങൾക്കറിയാം, എങ്കിലും ഒന്ന് ബ്രീഫായിട്ട് പറഞ്ഞാൽ നന്നായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ തമിഴായിരുന്നില്ല, അദ്ദേഹത്തിൻ്റെ മാതൃഭാഷ കന്നഡയായിരുന്നു. പെരിയാറിൻ്റെ കുടുംബം വളരെ വളരെ തലമുറകൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട്ടിലെ ഈറോഡിൽ കുടിയേറിയിട്ടുള്ള കന്നഡ ബാലിജ സമുദായത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാരായിരുന്നു എന്നർത്ഥം. അവരുടെ മാതൃഭാഷ കന്നഡയായിരുന്നു. അമ്മ വളരെയധികം സമ്പന്ന കുടുംബത്തിൽ നിന്നുള്ള ഒരാളായിരുന്നു. അച്ഛനാകട്ടെ അത്ര തന്നെ സമ്പന്നനായിരുന്നില്ല. പിന്നീട് അദ്ദേഹം അധ്വാനിച്ചു വലിയ വ്യാപാരിയാവുകയും ചെയ്തു. എന്നാൽ പെരിയാർ ജനിച്ചു വീഴുന്നത് സമ്പന്നമായ തറവാട്ടിലാണ്. ആ തറവാടിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, വളരെയധികം അന്ധമായ തരത്തിൽ മതവിശ്വാസമുള്ള ആളുകളായിരുന്നു. അതുകൊണ്ട് തന്നെ ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റിൻ്റെ ഉച്ചാരണവും മന്ത്രവും ഒക്കെയുള്ള ഒരു സാഹചര്യത്തിലാണ് പെരിയാർ കുട്ടിക്കാലം ചെലവാക്കിയത്. പെരിയാർ വളരെ കുസൃതിയായിരുന്നു, വാചാലനായിരുന്നു. അങ്ങനെ സഹിക്കാൻ പറ്റാത്ത രീതിയിൽ കുസൃതികൾ നിറഞ്ഞതുകൊണ്ടും, പിന്നെ പെരിയാറിൻ്റെ അച്ഛൻ പെങ്ങൾക്ക് മക്കളില്ലാത്തതുകൊണ്ട്, അവരുടെ ഭർത്താവ് മരിച്ചു പോയിരുന്നു, അച്ഛൻ പെങ്ങൾക്ക് മക്കളില്ലാത്തതുകൊണ്ടും 5-ാം വയസ്സിൽ തന്നെ അദ്ദേഹത്തെ ദത്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്, പിന്നെ അച്ഛൻ പെങ്ങൾക്ക്. അവിടെയാണ് പെരിയാർ വളർന്നത്. അവിടെയാണെങ്കിൽ പെരിയാറിൻ്റെ വീട്ടിൽ നിന്ന് നേരെ വിപരീതമായ ദിശയിലായിരുന്നു. അച്ഛൻ പെങ്ങൾ അത്ര സമ്പന്നയായിരുന്നില്ല, അപ്പോൾ കുറച്ച് കഷ്ടപ്പെടേണ്ടിയൊക്കെ വന്നു. എന്നിട്ടും അയാളെ സ്കൂളിൽ കൊണ്ട് ചേർക്കുന്നു. സ്കൂളിൽ കൊണ്ട് ചേർത്താലുള്ള പ്രധാന പ്രശ്നം ടീച്ചേഴ്സായിട്ട് ഉടക്കും. അതേപോലെ തന്നെ കീഴ് ജാതിക്കാരായിട്ടുള്ള ആളുകളുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും. അതേപോലെ തന്നെ മുസ്ലിം സുഹൃത്തുക്കളോടൊപ്പം തന്നെ അവരുടെ വീട്ടിൽ പോയിട്ട് ഭക്ഷണം കഴിക്കും. ഇങ്ങനെ ശല്യമായി തീരുന്നു. പിന്നെ ടീച്ചേഴ്സ് കുറ്റം പറയാൻ തുടങ്ങുന്നു. അതുമാത്രമല്ല, ദളിത് ബ്രാഹ്മിൻ കുട്ടിയെ ഉയർത്തിക്കൊണ്ട് മറ്റു കുട്ടികളെ താഴ്ത്തി സംസാരിക്കുന്ന ഒരു അധ്യാപകന് നേരെ കൈ ഉയർത്തുക പോലും ചെയ്തു കൊച്ചു പയ്യനായിട്ടുള്ള രാമസ്വാമി. അങ്ങനെ സഹി കെട്ടിട്ട് തിരിച്ചു കൊണ്ടേക്കോളൂ ഇവനെ എന്ന് പറഞ്ഞിട്ട് രാമസ്വാമിയെ അദ്ദേഹത്തിൻ്റെ അച്ഛൻ തിരിച്ചു കൊണ്ടുപോവുകയാണ്. അവിടെയും ഒരു സ്കൂളിൽ ചേർത്തി. സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാലും ഒക്കെ പ്രശ്നം ഇതായതുകൊണ്ട് 10-ാം ക്ലാസ്സിൽ അദ്ദേഹത്തിൻ്റെ വിദ്യാഭ്യാസം നിലച്ചു. സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ എന്ന് പറഞ്ഞാൽ ഒരു 10-ാം ക്ലാസ് വരെ, എന്ന് വെച്ചാൽ പഴയ 4th ഫ്ലോറും വരെ അദ്ദേഹം പഠിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ എന്നർത്ഥം. അങ്ങനെ ഒരു 18-ാമത്തെ വയസ്സിൽ അദ്ദേഹത്തെ കല്യാണം കഴിപ്പിച്ചു. അദ്ദേഹത്തിന് ഒരു കാമുകി ഉണ്ടായിരുന്നു, അവരെ തന്നെയാണ് കല്യാണം കഴിപ്പിച്ചത്. 18-ാം വയസ്സിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പെരിയാറിൻ്റെ അച്ഛൻ, രാമസ്വാമി എന്നാണ് ഞാൻ പറയേണ്ടത്. ഈ രാമസ്വാമിയുടെ അച്ഛൻ
വളരെ സമ്പന്നനായിരുന്നു, വലിയൊരു വ്യവസായിയായിരുന്നു. അദ്ദേഹത്തിന് ധാന്യങ്ങളൊക്കെ വിൽക്കുന്ന കടയാണ് ഉണ്ടായിരുന്നത്. ആ കടയിൽ അവനെ കൊണ്ട് ഇരുത്തി, കല്യാണത്തിന് ശേഷം അവിടെ ഇരുത്തു, ആ കട നീ നോക്കണം എന്ന് പറയുന്നു. അച്ഛൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഏത് ബ്രാഹ്മിൻസ് വന്നു കഴിഞ്ഞാലും നിറയെ പണം കൊടുത്ത് അവരുടെ എല്ലാ പരിപാടികൾക്കും അവരെ സഹായിക്കുക എന്നുള്ളതായിരുന്നു. അന്ധമായ മതവിശ്വാസം, അന്ധമായ ബ്രാഹ്മണ വിശ്വാസം ഒക്കെയായിരുന്നു പിതാവിൻ്റെ ഒരു പ്രത്യേകത. അതിൽ വളരെയധികം സ്വാരസ്യം രാമസ്വാമിക്ക് ഉണ്ടായിരുന്നു. അദ്ദേഹം അച്ഛനോട് പറയാറുണ്ട്, അച്ഛൻ അതൊന്നും മൈൻഡ് ചെയ്യാറില്ല എന്നർത്ഥം. ഒരിക്കൽ എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വാമിയുടെ, ബ്രാഹ്മണനായിട്ടുള്ള ഒരു മഠാധിപതിയുടെ അനുജൻ ഒരു സാമ്പത്തിക തട്ടിപ്പിൽ പെടുന്നു. അയാളെ ജയിലിൽ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള വാറണ്ടുമായി പോലീസുകാർ എത്തിയ സന്ദർഭത്തിൽ ഈ മഠത്തിൽ, അതായത് പെരിയാറിൻ്റെ അച്ഛൻ്റെ നേതൃത്വത്തിൽ നടക്കുന്ന ഒരു ബ്രാഹ്മണ സദ്യയിലേക്ക് ഇയാൾ ഇടിച്ചു കയറി വരുന്നു. പോലീസിന് അവിടെ കടക്കാൻ പറ്റില്ല, കാരണം ഇരിക്കുന്നത് മുഴുവൻ ബ്രാഹ്മിൻസാണ്, കീഴ്ജാതിക്കാരാണ് പോലീസ്. അപ്പോൾ രാമസ്വാമി അവിടെ എത്തുന്നു. എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോൾ, ഇയാളിങ്ങനെ തട്ടിപ്പുകാരൻ അതിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ മഠാധിപതിയുടെ അനുജനാണ്, അയാളെ പിടിക്കണം, അതാണ് പ്രശ്നം. അതാണോ ഇത്ര വലിയ കാര്യം എന്ന് പറഞ്ഞിട്ട് പെരിയാർ നേരെ, അദ്ദേഹത്തിന് 2 മുസ്ലിം സുഹൃത്തുക്കളുണ്ടായിരുന്നു, അവരെയും കൂട്ടിക്കൊണ്ട് നേരെ അതിൻ്റെ അടുത്തേക്ക് മഠാധിപതി ഊണ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിലേക്ക് കയറുക. ഇവരെല്ലാം ഊണിൻ്റെ മേലെയൊക്കെ ചവിട്ടിക്കൂട്ടി ഇയാളെ പിടിച്ച് കൊടുക്കുന്നു. അതോടുകൂടി തന്നെ മുസ്ലിങ്ങൾ, അതേപോലെ തന്നെ കീഴ്ജാതിക്കാരനും ബ്രാഹ്മണരുടെ സദ്യ മുടക്കി എന്നുള്ള ആക്ഷേപമായി എല്ലാ ബ്രാഹ്മണന്മാരും കൂടി സമരം, ഒരു വലിയ ജാഥ നയിച്ചിട്ട് പെരിയാറിൻ്റെ അച്ഛൻ നടത്തുന്ന കടയ്ക്ക് മുമ്പിൽ നിൽക്കുകയാണ്. പെരിയാർ രാമസ്വാമി എപ്പോഴും അവിടെയുണ്ട്. അവരെല്ലാവരും തന്നെ നിങ്ങളുടെ മകൻ കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചു എന്ന് പറയും. അപ്പോൾ രാമസ്വാമി ചോദിക്കും, ഞാൻ ചെയ്തതല്ലേ ശരി, കാരണം അയാളൊരു തട്ടിപ്പുകാരനാണ്, മാത്രമല്ല അറസ്റ്റ് വാറൻ്റുള്ള ആളാണ്, അയാളെ പിടിച്ചു കൊടുക്കലല്ലേ ധർമ്മം എന്ന് അച്ഛനോട് ചോദിക്കുമ്പോൾ, അതല്ല ധർമ്മം, ബ്രാഹ്മിൻസ് എന്താണോ പറയുന്നത് അതനുസരിക്കലാണ് ധർമ്മം എന്ന് പറഞ്ഞ് ചെരുപ്പ് ഊരിയിട്ട് ഇവരുടെ മുമ്പിൽ വെച്ച് അടിക്കുകയാണ് ചെയ്യുന്നത്. അതിൽ മനം നൊന്നിട്ട് അദ്ദേഹം നാട് വിട്ടു പോകുന്നു 18ാമത്തെ വയസ്സിൽ. നാട് വിട്ടു പോകുന്നത് ഹൈന്ദവ വിശ്വാസത്തിൻ്റെ പുണ്യഭൂമി എന്നറിയപ്പെടുന്ന കാശിയിലേക്കാണ്. അവിടെ വെച്ച് അദ്ദേഹം പാതി സന്യാസത്തിലേക്ക് പോകുന്നു. ആ സന്യാസ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഹൈന്ദവ മതത്തിൻ്റെ പൊള്ളത്തരങ്ങൾ മനസ്സിലാവുകയാണ് ചെയ്യുന്നത്. വളരെ ഒരു പൊള്ളയായ ഒരു മതമാണ് ബ്രാഹ്മണന്മാർ നയിക്കുന്ന ഈ മതം എന്ന് പറയുകയും, അതിന് വീട്ടിലേക്ക് തിരിച്ചെത്തണം. അച്ഛൻ ഇങ്ങനെ ഇവനെ അന്വേഷിച്ച് നടക്കുന്നുണ്ട്. അദ്ദേഹം വീണ്ടും ഒരു 10-27 വയസ്സാവുമ്പോൾ തിരിച്ചെത്തുന്നു. കട അദ്ദേഹത്തെ ഏൽപ്പിക്കുന്നു. എന്നിട്ട് അച്ഛൻ വിശ്രമ ജീവിതം നയിക്കുന്നു. അവിടെയും രാമസ്വാമി ചെയ്തത് എന്താണെന്ന് വെച്ചാൽ, ഈ കട നന്നായി സംസാരിക്കുന്ന ആളായതുകൊണ്ട് ആളുകളോട് പെട്ടെന്ന് തന്നെ സൗഹൃദത്തിൽ ഏർപ്പെടാൻ പെരിയാറിന് സാധിക്കുമായിരുന്നു. അതിന് അവരുമായിട്ടൊക്കെ ഉള്ള ഒരു സൗഹൃദം ഉണ്ടാക്കുകയും പിന്നീട് അവിടെ ഈറോഡ് മുനിസിപ്പൽ കൗൺസിലിലേക്ക് അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുകയൊക്കെയാണ് ചെയ്യുന്നത്. അത് 1918 കൂടിയിട്ടാണ് ആവുന്നത്. അപ്പോൾ പെരിയാർ വളരെയധികം ജനസമ്മതി നേടിയിട്ടുള്ള ഒരാളായി തീർന്നു. ഏത് വീട്ടിൽ എന്ത് പ്രശ്നമുണ്ടെങ്കിലും പെരിയാറിനെയാണ് വിളിക്കുക. അദ്ദേഹം പറയുന്നതനുസരിച്ച് അത് ചെയ്യും. ജനങ്ങളുടെ നല്ല സപ്പോർട്ട് കിട്ടും. തൊട്ടടുത്ത് സേലമാണുള്ളത്. സേലത്തിൽ അന്ന് അറിയപ്പെടുന്ന കോൺഗ്രസ് നേതാവായിട്ടുള്ള, ദേശീയ നേതാവ് എന്ന രീതിയിൽ അറിയപ്പെടുന്ന സി രാജഗോപാലാചാര്യ അഥവാ രാജാജി എന്ന് വിളിക്കുന്ന ആളുണ്ടായിരുന്നു. രാജാജിക്ക് ഈ പെരിയാറുടെ പ്രവർത്തനത്തിൻ്റെ മികവ് കണ്ടുകൊണ്ട് കോൺഗ്രസിലേക്ക് ഇദ്ദേഹം വന്നാൽ നന്നായിരിക്കും എന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടാവുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല കോൺഗ്രസ് ആ കാലഘട്ടത്തിൽ ബ്രാഹ്മിൻ ഡൊമൈൻഡ് ആയിട്ടുള്ള ഒരു പാർട്ടി കൂടിയാണ്. അപ്പോൾ ഈ ഒരു ശൂദ്ര വിഭാഗത്തിൽപ്പെട്ട ഒരാൾ വരികയാണെങ്കിൽ നന്നായിരിക്കും എന്നുള്ള തോന്നലുണ്ടാവുകയും പെരിയാറിനോട് ആ കാര്യം അറിയിക്കുകയും ചെയ്യുന്നു. ഇദ്ദേഹത്തിന് ആ സമയത്ത് രാമസ്വാമി ഗാന്ധിയോട് നല്ല മതിപ്പുണ്ടായിരുന്നു. ഗാന്ധി ചെയ്യുന്ന പ്രവർത്തനങ്ങളോടും ഗാന്ധിയുടെ സമര രീതികളോടൊക്കെയുള്ള മതിപ്പ് കാരണം, അതോടൊപ്പം രാജാജിയുടെ നിർദ്ദേശം കാരണം അദ്ദേഹം കോൺഗ്രസിൽ ചേരുകയാണ്. കോൺഗ്രസിൽ ചേരുന്ന സന്ദർഭത്തിൽ ഏതാണ്ട് 18ഓളം ഭാരവാഹിത്വം പല ഓഫീസിൽ അദ്ദേഹം വഹിച്ചിരുന്നു. അതെല്ലാം തന്നെ ഉപേക്ഷിച്ചിട്ടാണ് കോൺഗ്രസിലേക്ക് ചേർന്നത്. അപ്പോൾ രാജാജി ചോദിക്കുന്നു, നിങ്ങൾ എന്തിനാ അതൊക്കെ ഉപേക്ഷിക്കേണ്ട ആവശ്യം? അല്ല, ഇപ്പോൾ ഞാൻ കോൺഗ്രസിൻ്റെ ഐഡിയോളജിയിൽ വിശ്വസിക്കുന്നതുകൊണ്ട് എനിക്ക് അതൊന്നും തന്നെ, മാത്രമല്ല ദേവസ്വം ബോർഡിൻ്റെ പ്രസിഡന്റ് കൂടിയായിരുന്നു ഇദ്ദേഹം, ആലോചിക്കണം. അതൊക്കെ രാജിവെച്ചുകൊണ്ട് അദ്ദേഹം കൃത്യമായി പറഞ്ഞാൽ ഗാന്ധി മാർഗത്തിലേക്ക്, ഗാന്ധിയുടെ ആശയം പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അദ്ദേഹം പിന്നീടുള്ള ജീവിതം
നയിക്കുകയായിരുന്നു എന്നറിയാം. അപ്പോൾ പ്രധാനമായിട്ടും കള്ളുഷാപ്പ് ഉപരോധം നടത്തുന്ന സന്ദർഭത്തിലാണ് ആദ്യമായിട്ട് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ജയിൽവാസം ഉണ്ടാവുകയൊക്കെ ചെയ്തിരുന്നത്. കള്ളുഷാപ്പ് ഉപരോധം എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ പറമ്പിൽ കള്ള് ചെത്തിക്കൊണ്ടിരിക്കുന്ന 10,000 തെങ്ങുകൾ വെട്ടിക്കളയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ ഖാദി വിൽക്കുന്നതിന് വേണ്ടി വീട് വീടാന്തരം പോകുന്നു. ഖാദിയുടെ മതിപ്പിനെ കുറിച്ച് ജനങ്ങളോട് പറയും. തൻ്റെ വീട്ടിലെല്ലാം വളരെയധികം സമ്പന്നമായ കൂട്ടിൽ സിൽക്ക് വസ്ത്രങ്ങളൊക്കെ ധരിച്ചിരിക്കുന്ന കുടുംബാംഗങ്ങളെ അദ്ദേഹം ഖാദി ധരിക്കുന്നതിന് വേണ്ടിയിട്ട് പ്രേരിപ്പിക്കുന്നു. അങ്ങനെ എല്ലാം രീതിയിലും ഒരു വളരെ ഗാന്ധി ഭക്തനായിട്ട് കൊണ്ട് അദ്ദേഹം കോൺഗ്രസിൻ്റെ വലിയ പ്രവർത്തന മുന്നോട്ട് വെച്ചുകൊണ്ട് ഇരിക്കുന്ന കാലഘട്ടത്തിലും അദ്ദേഹത്തിന് ഒരു കാര്യം മനസ്സിലായിരുന്നു. കോൺഗ്രസ്സിൽ വേണ്ടത്ര അബ്രാഹ്മണർ ഇല്ല എന്നുള്ളത്. ബ്രാഹ്മണരാണ് ഇതിനെല്ലാ പ്രധാനപ്പെട്ട ഭാരവാഹികൾ, അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അത് ശരിയല്ല, നമ്മൾ മറ്റ് ജാതിയിൽപ്പെട്ട ആളുകളെ കൂടി കോൺഗ്രസ്സിലേക്ക് കൊണ്ടുവരണം എന്നുള്ള കാര്യം രാജാജിയോടും മറ്റ് നേതാക്കന്മാരോടൊക്കെ പറയുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം എന്ന് പറയുകയല്ലാതെ വലിയ മാറ്റമൊന്നും വരുന്നില്ല. അപ്പോഴാണ് നമുക്കറിയാവുന്നതുപോലെ തന്നെ 1924 കേരളത്തിൽ വളരെ പ്രസിദ്ധമായിട്ടുള്ളൊരു സമരം നടക്കുന്നുണ്ടായിരുന്നു, വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം സത്യാഗ്രഹത്തിൽ അന്ന് നടത്തിയിരിക്കുന്ന നേതാക്കന്മാരെ മുഴുവനും തന്നെ തിരുവിതാംകൂർ ഗവൺമെൻറ് ജയിലിലടച്ചു. അപ്പോൾ സമരം മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ആരെങ്കിലും ഒരാൾ വേണം എന്ന് പറയുമ്പോൾ പെരിയാറെയാണ് ആദ്യം ആലോചിച്ചത്. അപ്പോൾ ഗാന്ധി പെരിയാറെ ആ ദൗത്യം ഏൽപ്പിക്കുന്നു. അദ്ദേഹം അത് ഇവിടെ എത്തുകയും ചെയ്യുന്നു. എത്തിയ ഉടനെ തന്നെ അദ്ദേഹം എത്തുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ തൻ്റെ സഹോദരിയും അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ ഭാര്യ, ഇവർ നാഗമ്മ, ഈ കണ്ണമ്മ എന്ന് പറയുന്ന 2 ആളുകളോടൊപ്പമാണ് അദ്ദേഹം വരുന്നത്. പെരിയാറുടെ വേറൊരു പ്രത്യേകത ഞാൻ കുറച്ച് കഴിഞ്ഞാൽ അത് വിശദീകരിക്കാം. ഈ നമ്മുടെ സമരവേദികളിൽ, പോരാട്ട വേദികളിൽ ആദ്യമായ പൊതുമണ്ഡലത്തിലേക്ക് സ്ത്രീ കർത്തൃത്വം ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ദക്ഷിണേന്ത്യൻ ദാർശനികൻ കൂടിയാണ് അദ്ദേഹം എന്ന് നമുക്കറിയാം. അപ്പോൾ പെരിയാർ വരുന്നത് സ്ത്രീ ജനങ്ങളെ കൂടി കൂട്ടിയിട്ടാണെന്ന് അർത്ഥം. പെരിയാർ വൈക്കത്ത് ഇറങ്ങിയ ഉടനെ തന്നെ അദ്ദേഹത്തെ പോലും ഞെട്ടിപ്പിച്ചുകൊണ്ട്, നിങ്ങൾക്കറിയാവുന്നതുപോലെ തന്നെ തിരുവിതാംകൂർ രാജകുടുംബത്തിൽ നിന്ന് അദ്ദേഹത്തെ സ്വീകരിക്കാൻ ആളുകൾ വരുന്നു. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ തിരുവിതാംകൂർ ഭാഗത്ത് നിന്ന് രാജാവോ ഇളമുറ തമ്പുരാന്മാരോ ഒക്കെ പോകുന്ന സന്ദർഭത്തിൽ തമിഴ്നാട്ടിലേക്ക് പോകുമ്പോൾ അവർ താമസിച്ചിരുന്ന പെരിയാറിൻ്റെ വീട്ടിലാണ്. അത്രമാത്രം സമ്പന്നമായ കുടുംബമാണെന്ന് അർത്ഥം. അങ്ങനെയുള്ള ഒരാളെ സ്വീകരിക്കുകയല്ലാതെ പ്രതിരോധിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ പെരിയാർ പറഞ്ഞു, ഞാൻ സ്റ്റേറ്റിനെതിരെ സമരം ചെയ്യാൻ വന്ന ആളാണ്, അതുകൊണ്ട് നിങ്ങളുടെ ആതിഥ്യമൊന്നും എനിക്ക് ആവശ്യമില്ല എന്ന് പറയുക. അല്ല, നിങ്ങൾ ഒരിക്കലും ഈ സമരം നേതൃത്വം ഏറ്റെടുക്കരുത് എന്ന് ചോദിക്കുമ്പോൾ പെരിയാർ ഇതൊരു നീതിക്ക് വേണ്ടിയുള്ള സമരമാണ്, ഞാൻ അതിൽ പങ്കെടുക്കും എന്ന് പറയുകയും അദ്ദേഹം സമരത്തിൽ പങ്കെടുത്തു. വളരെ രൂക്ഷമായ രീതിയിൽ തിരുവിതാംകൂർ ഭരണകൂടത്തിനെതിരെ സംസാരിക്കുകയും ചെയ്തു. എനിക്ക് തോന്നുന്നു അന്ന് മൂലം തിരുനാളാണ്. അപ്പോൾ ഇതിൽ ഭയന്നിട്ടുള്ള ഇവിടുത്തുള്ള തമിഴ് ബ്രാഹ്മിൻസും നമ്പൂതിരിമാരും എന്ത് ചെയ്തു എന്ന് വെച്ചാൽ, അവർ ശത്രു സംഹാര ഹോമം നടത്തി. ഇയാൾ മരിച്ചു പോകണം, പെരിയാർ മരിച്ചു പോകണം എന്നുള്ള അർത്ഥത്തിൽ എല്ലാ സ്ഥലത്തും ഹോമമാണ്. അതും പെരിയാർ കളിയാക്കി പറയും ഈ സംസാരിക്കുന്ന സന്ദർഭത്തിൽ. എന്നിട്ട് എന്ത് സംഭവിച്ചു എന്ന് വെച്ചാൽ, ഈ ശത്രുഹോമം നടന്നുകൊണ്ടിരിക്കുന്നതിൻ്റെ സമയത്ത് മൂലം തിരുനാൾ തീപ്പെട്ടു. അത് പറഞ്ഞായി പെരിയാറിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന്. ഭയങ്കര തമാശ പറയുന്ന ആൾ ആക്ഷേപഹാസ്യമാണ് മൂപ്പരുടെ, ഒരു സർക്കാസ്റ്റിക്കാണ് അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട വഴി എന്ന് പറയും. അപ്പോൾ പിന്നീട് ഇദ്ദേഹത്തെ സാധാരണ നിലയ്ക്ക് നിങ്ങൾക്കറിയാം, തിരുവിതാംകൂർ രാജവംശത്തിലെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളുകളെ മാത്രമാണ് ഈ ഒരു പ്രത്യേക അഴിയിലിട്ടിട്ടുള്ള ജയിലിൽ തന്നെ ശരീരം മുഴുവനും ചങ്ങല ചുറ്റിക്കൊണ്ട് ഇടുന്ന രീതിയിൽ ഒരു കൊലപാതകിയോടുള്ള പെരുമാറ്റമായിരുന്നു അദ്ദേഹത്തോട് ചെയ്തിരുന്നത്. പെരിയാർ വളരെ ഭംഗിയായിട്ട് തന്നെ അദ്ദേഹത്തിൻ്റെ സമരദൗത്യം ഏറ്റെടുക്കുകയും സമരം വിജയിപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ അടുക്കുള്ള കുറേ പൊളിറ്റിക്സൊക്കെ നിങ്ങൾക്ക് അറിയാവുന്നതാണ്, അത് ഞാൻ പറയുന്നില്ല. തിരിച്ച് അദ്ദേഹം നാട്ടിലേക്ക് എത്തുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന് പലതരത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കുന്നത്. അപ്പോൾ ഈ കോൺഗ്രസ്സിനോട് അദ്ദേഹത്തിന് വലിയ ഒരു താല്പര്യമില്ലാത്തൊരവസ്ഥ വരികയാണ്. കാരണം താൻ ഉന്നയിക്കുന്ന ഒന്നും തന്നെ പാർട്ടി അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും അതിൻ്റെ ഫലമായിട്ട് അദ്ദേഹം കോൺഗ്രസ്സിൽ നിന്ന് രാജിവെക്കാൻ തീരുമാനിക്കുകയും ചെയ്തു. കോൺഗ്രസ്സിൽ നിന്ന് രാജിവെച്ചതിൻ്റെ ശേഷം ഉണ്ടാക്കിയ ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ഈ പറയുന്ന 1929 അദ്ദേഹം
തൻ മതിപ്പ് പ്രസ്ഥാനം അഥവാ സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റ് എന്ന് പറയുന്ന ഒന്നിലേക്ക് എത്തുകയാണ് ചെയ്തത്. വൈക്കം സത്യാഗ്രഹത്തിൻ്റെ സമരത്തിൽ നിന്ന് അദ്ദേഹം ഒരു കാര്യം മനസ്സിലാക്കി വെച്ചത്, ആളുകൾക്ക്, അധകൃതരായിട്ട് ആളുകൾക്ക് വഴി നടക്കാൻ പോലുമുള്ള സ്വാതന്ത്ര്യമില്ല, സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമില്ല, ദളിതർക്ക് സ്വാതന്ത്ര്യമില്ല. എന്തുകൊണ്ടാണ് ഈ സ്വാതന്ത്ര്യമില്ലാതായി തീരുന്നതിൻ്റെ അടിസ്ഥാന കാരണം എന്താണ് എന്ന് നോക്കിയപ്പോൾ അദ്ദേഹത്തിന് ഒരേ ഒരു കാരണമേ ഉണ്ടായിരുന്നുള്ളൂ. അത് ബ്രാഹ്മണവാദം, ബ്രാഹ്മണിസമാണ്, മതമാണ്, ദൈവമാണ് എന്നുള്ളതാണ് എന്നർത്ഥം. ദൈവമുണ്ടായിരുന്നെങ്കിൽ സത്യമുണ്ടാവുമായിരുന്നല്ലോ, ദൈവമുണ്ടായിരുന്നെങ്കിൽ സമത്വമുണ്ടാവുമായിരുന്നല്ലോ. ഇതൊന്നും ഇല്ലാത്തതിനെ മൂല കാരണം എന്ന് പറയുന്നത് ഹൈന്ദവ മതവും ബ്രാഹ്മണിസവും അതുപോലെ തന്നെ ദൈവങ്ങളുമാണ് എന്ന് പറയുകയും ചെയ്തുകൊണ്ട് ഇതിനൊക്കെ എതിരിടാൻ വേണ്ടി നമ്മൾ എന്തു ചെയ്യണം? നമുക്ക് നമ്മോട് തന്നെ ഒരു മതിപ്പുണ്ടാവണം. സ്ത്രീയായി ജനിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ വളരെയധികം മതിപ്പുള്ള ആളായിട്ട് തന്നെയാണ് നിങ്ങൾ കാണേണ്ടത്. നിങ്ങളൊരു ദളിതനായിട്ടാണ് ജനിക്കുന്നതെങ്കിൽ ആ ദളിതനായിട്ട് ജനിച്ചു എന്നതിൽ മതിപ്പുണ്ടായിത്തീരണം. അങ്ങനെയുള്ള ഒരു മതിപ്പ് ഉണ്ടാകുമ്പോൾ മാത്രമേ എല്ലാ കാര്യങ്ങൾക്കും പരിഹാരം കാണുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ഇവിടെ നമ്മൾ ആലോചിക്കണം, എല്ലാ അധികാരത്തെയും നിലനിർത്തുന്നത് വിധേയത്വമാണല്ലോ. സബ്മിസീവായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ പവർ സ്ട്രക്ചറിനെ എപ്പോഴും താങ്ങി നിൽക്കുക. അതിനെ ബ്രേക്ക് ചെയ്യണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനെ ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം? ആ വിധേയത്വ മനോഭാവത്തെ അങ്ങോട്ട് കളയണം. വിധേയത്വ മനോഭാവത്തെ കളയണമെങ്കിൽ എന്തുണ്ടായിരിക്കണം? നമുക്ക് നമ്മോടൊരു സെൽഫ് റെസ്പെക്റ്റ് ഉണ്ടായിരിക്കണം, നമ്മോടൊരു മതിപ്പുണ്ടായിരിക്കണം. ആ ഒരു ആശയം പ്രചരിപ്പിക്കുകയാണ്. പിന്നീടാണ് അതൊരു പ്രസ്ഥാനം എന്നുള്ള രീതിയിലേക്ക് മാറുന്നതെന്നർത്ഥം. ആ പ്രസ്ഥാനമായി മാറിയ സന്ദർഭത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന, നമ്മൾ ആലോചിക്കുന്ന, ജനിക്കുന്ന സമയത്ത് മനുഷ്യർ തമ്മിൽ യാതൊരു വ്യത്യാസവുമില്ല. അതുപോലെ തന്നെ ഒരാൾ ധനികനും ഒരാൾ ദരിദ്രനും എന്ന് സാമ്പത്തികമായി വേർതിരിവില്ലാത്തൊരു സമൂഹത്തിൽ സൃഷ്ടിച്ചെടുക്കേണ്ടത് ഇനി നമുക്ക് ഉദ്ദേശിക്കുന്ന ഉത്തരവാദിത്വം. പുരുഷനും സ്ത്രീക്കും എല്ലാ കാര്യങ്ങളിലും തുല്യ അവകാശങ്ങൾ ഉണ്ടായിരിക്കണം. മതം, ജാതി, ദൈവം, രാജ്യം എന്നിങ്ങനെ വ്യത്യാസങ്ങളില്ലാത്തൊരു സമൂഹത്തെ നാം സൃഷ്ടിച്ചെടുക്കണം. മുതലാളി തൊഴിലാളി എന്ന അന്തരം നമുക്കിടയിൽ ഉണ്ടായിരിക്കാൻ പാടില്ല. അധ്വാനത്തിൻ്റെ ഫലം രണ്ടു കൂട്ടർക്കും തുല്യമായി ആസ്വദിക്കണം. ഇതൊക്കെ പറയുന്നത് 29-30 കാലഘട്ടത്തിലാണെന്ന് കൂടി നമ്മൾ ആലോചിക്കണം എന്നർത്ഥം. ഇങ്ങനെ ഉണ്ടാവണമെങ്കിൽ ഉണ്ടാകേണ്ട ഒന്ന് തന്മതിപ്പ് എന്ന് പറയുന്ന ഒന്നാണ്. അതിൻ്റെ ആദ്യ സമ്മേളനത്തിൽ തന്നെ അദ്ദേഹം 39 പ്രമേയങ്ങൾ പാസ്സാക്കുന്നു. അതിൽ ചിലത് കൂടി നമ്മളൊന്ന് കണ്ണോടിച്ച് നോക്കുന്നത് നല്ലതാണ്. ആ പ്രമേയങ്ങളിൽ ചിലത് നോക്കൂ. അദ്ദേഹം ഇന്ത്യയെ ബ്രിട്ടീഷുകാരുടെ മുതലാളിത്ത ഭരണത്തിൽ നിന്ന് സ്വതന്ത്രമാക്കണം, അതൊരാവശ്യം. അതോടൊപ്പം തന്നെ ഇന്ത്യയെ കടങ്ങളിൽ നിന്ന് മോചിപ്പിക്കണം. അടുത്ത് നോക്കണം, ഫാക്ടറി, റെയിൽവേ, ബാങ്ക്, ഗതാഗതം എന്നിവ ദേശസാൽക്കരിക്കണം. ഇത് നടന്നത് ഇന്ദിരാഗാന്ധിയുടെ കാലത്താണെന്ന് പിന്നീട് നമ്മൾ അത്രമാത്രം മുമ്പേ അദ്ദേഹം ഈ കാര്യം പറഞ്ഞു. എല്ലാ അടിമത്ത കരാറുകളും റദ്ദ് ചെയ്യണം. ഇന്ത്യയിൽ എല്ലായിടങ്ങളിലും തൊഴിലാളി സർക്കാരുകൾ രൂപീകരിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. വളരെ വിപ്ലവകരമായിട്ടുള്ള ഒരു ആഹ്വാനമായിരുന്നു ഇതിൽ നടത്തിയത്. അതോടൊപ്പം തന്നെ അദ്ദേഹം ഈറോഡ് പ്ലാൻ എന്നറിയപ്പെടുന്ന രീതിയിൽ തന്മതിപ്പ് പ്രസ്ഥാനം അഥവാ സെൽഫ് റെസ്പെക്റ്റ് മൂവ്മെൻറ്റിന് സമാന്തരമായിട്ട് അദ്ദേഹം സാമൂഹിക സമത്വാധിഷ്ഠിത രാഷ്ട്രീയ വിഭാഗം എന്ന് പറയുന്ന ഒരു യുവജന വിഭാഗം കൂടിയും ക്രിയേറ്റ് ചെയ്യുകയും ചെയ്തു. ഇതെല്ലാ വർഷവും അവരിങ്ങനെ സമ്മേളനം കൂടുകയും ആ സമ്മേളനത്തിൽ വെച്ച് ഇത്തരം പ്രവർത്തനങ്ങൾ എങ്ങനെ ജനങ്ങളിൽ എത്തിക്കാം എന്ന് അദ്ദേഹം ആലോചിക്കുകയും ചെയ്യുന്നു. ആ അർത്ഥത്തിലാണ് രാമസ്വാമി അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ചെയ്തു വെച്ചിരിക്കുന്നത് എന്നർത്ഥം. ഇനി നമുക്ക് നോക്കാം, നമ്മളെല്ലാം തന്നെ, ഇപ്പം ഞാൻ തന്നെ പലപ്പോഴും രാമസ്വാമി എന്ന് പറയുന്നിടത്തിലൊക്കെ തന്നെ പെരിയാർ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പെരിയാർ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ചില ആളുകൾ പെരിയോർ എന്ന് പറയും, അല്ല പെരിയാറാണ് അത് കറക്റ്റ്. പെരിയാർ എന്ന് വെച്ചാൽ മുതിർന്ന ആള്, മുതിർന്ന പൗരൻ, ബഹുമാനിക്കേണ്ട ആള് എന്നാണ് അർത്ഥം. നമ്മൾ മഹാത്മാ എന്ന് ഗാന്ധിയെക്കുറിച്ച് പറയുന്നത് പോലെ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ള ഒരു സംഗതി. ഈ ബിരുദം ആരാണ് നൽകിയതെന്നറിയാമോ? അദ്ദേഹത്തിന് നൽകിയത് സ്ത്രീകളാണ്. അത് തമിഴ്നാട്ടിൽ നടന്നിട്ടുള്ള ആദ്യകാലത്തെ ഒരു ദളിത് വനിതാ സമ്മേളനത്തിൽ വെച്ചാണ് 1938 നവശൈവ ചിന്തകനായ മറൈമലർ അടികളുടെ മകൾ വളരെ വലിയ തോതിൽ അന്നറിയപ്പെടുന്ന ദളിത് പ്രവർത്തകയായിരുന്നു. അവരുടെ പേര് നീലാംബികാണ്. ആ നീലാംബികയുടെ നേതൃത്വത്തിൽ 1938 നടന്നിട്ടുള്ള വനിതാ സമ്മേളനത്തിൽ വെച്ചാണ് അദ്ദേഹത്തിന് പെരിയാർ എന്നുള്ള ബിരുദം കൊടുക്കുന്നത് എന്നർത്ഥം. അതെന്തുകൊണ്ട്? സ്ത്രീകൾ വെറുതെ അങ്ങനെ ഒരു പട്ടം കൊടുക്കും?
പറ്റുമോ? അല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ സ്ത്രീകളെ സമരരംഗത്തിലേക്ക് നിർത്തിക്കൊണ്ട് അവർക്കതിനുള്ള അവകാശങ്ങളുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോരാടി എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ മതിപ്പ്. മാത്രമല്ല, നമുക്കറിയാവുന്നതുപോലെ ഇന്ത്യൻ സ്ത്രീവാദത്തിന് പെരിയാറിൻ്റെ ഒരു മുഖമുണ്ട്. അതിന് നമ്മൾ പെരിയാർ ഫെമിനിസം എന്നാണ് പറയാറുള്ളത്. വളരെയധികം പ്രവർത്തന ക്ഷമതയുള്ള ഒന്നായിരുന്നു പെരിയാർ ഫെമിനിസം എന്ന് പറയുന്നത്. അതിൻ്റെ ചില കാര്യങ്ങൾ നമ്മളെ വരും ഇതിൽ പറയാൻ പറ്റും. ഇവിടെ വേറൊരു വിയോജിപ്പ് വെങ്കടാചലപതി പറഞ്ഞിട്ടുണ്ട്. 1938 പിന്നെ വനിതാ സമ്മേളനത്തിൽ വെച്ച് കൊടുത്തതല്ല ഇത്. ഇതിനു മുമ്പ് തന്നെ 1934 നിങ്ങൾ കേട്ട് കാണും പുതുമൈ പിത്തൻ എന്ന് പറയുന്ന ഒരു ഷോർട്ട് സ്റ്റോറി റൈറ്റർ. അദ്ദേഹത്തിൻ്റെ ഒരു കഥയിൽ പെരിയാർ രാമസ്വാമി എന്ന് പറഞ്ഞിട്ടുണ്ട് എന്ന് വെങ്കടാചലപതി എന്നുള്ള ചരിത്രകാരൻ രൂപീകരിക്കുന്നു. എങ്കിലും പൊതുവെ ചരിത്രകാരന്മാരും തത്വചിന്തകന്മാരും ഒക്കെ രാമസ്വാമിക്ക് അതായത് ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കർ എന്നാണ് അദ്ദേഹത്തിന് പറഞ്ഞിരുന്നത്. ഈറോഡ് വെങ്കിട രാമസ്വാമി നായ്ക്കർ എന്നാണ് പറഞ്ഞത്. ഈ നായ്ക്കർ എന്ന് പറഞ്ഞ ജാതിവാലാണ്. അത് അദ്ദേഹം 1914 തന്നെ കട്ട് ചെയ്തു. കോൺഗ്രസിൽ ചേരുന്നതിന് മുമ്പ് തന്നെ അദ്ദേഹം അതിൽ ആ പേര് കട്ട് ചെയ്തിരുന്നു, അങ്ങനെ വിളിക്കുന്നത്. പക്ഷെ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് പലരും നായ്ക്കർ എന്ന് തന്നെയാണ് അദ്ദേഹത്തെ അഭിസംബോധന ചെയ്തിട്ടുള്ളത്. രാജാജി പോലും നായ്ക്കർ എന്നായിരുന്നു അദ്ദേഹത്തെ കോൺഗ്രസിലുള്ളപ്പോൾ പോലും സംബോധന ചെയ്തത്. കാരണം സമൂഹത്തിൽ ജാതി വാലുകൊണ്ട് വിളിക്കപ്പെടുക എന്നുള്ളത് സമാധാരണീയമായിട്ടുള്ളൊരു അവസ്ഥാവിശേഷമായിട്ട് കണ്ടുകൊണ്ടിരുന്ന കാലഘട്ടമാണ് അന്ന് ഇന്നും. പക്ഷേ പെരിയാർ അതിന് ഇഷ്ടപ്പെട്ടിരുന്ന, പെരിയാർ രാമസ്വാമി എന്ന് വിളിക്കുന്നതിനേക്കാളും അദ്ദേഹം ഇഷ്ടപ്പെട്ടിരുന്നത് പെരിയാർ എന്നുള്ള വിളിയാണ്. കാരണം അത് അദ്ദേഹത്തിന് കൊടുത്തത് ഗവൺമെന്റുകളല്ല, സ്ത്രീജനങ്ങളാണ്. എങ്ങനെയുള്ള സ്ത്രീജനങ്ങൾ? അവകാശ പോരാട്ടങ്ങളെ കുറിച്ചിട്ട് ജ്ഞാനമുള്ള സ്ത്രീകൾ കൊടുത്ത പദവി ആയതുകൊണ്ട് അദ്ദേഹം അത് വളരെയധികം സന്തോഷത്തോടു കൂടിയിട്ടാണ് അതിനെ കാണാറുണ്ടായിരുന്നതെന്ന് അർത്ഥം. അങ്ങനെ ഈ 39 പ്രമേയങ്ങളിലൂടെ നോക്കുമ്പോൾ ഇദ്ദേഹത്തെ ഒരു പോരാളിയുടെ ചരിത്രം നമുക്ക് കാണാൻ പറ്റും. അദ്ദേഹം ഉപയോഗിച്ചിട്ടുള്ള ഞാൻ വായിച്ചപ്പോൾ കിട്ടിയ ഒരു സംഗതിയാണ്. വേണ്ട എന്ന് പറയുന്ന സംഗതിയാണ് അദ്ദേഹം കൂടുതലായിട്ടും അദ്ദേഹത്തിൻ്റെ ചിന്തയിൽ തെളിഞ്ഞു നിൽക്കുന്ന പദം. വേണ്ട എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, നമ്മുടെ ദ്രവിഡിയൻ ഭാഷകളിൽ നമ്മൾ നോ എന്നതിന് പകരം ഉപയോഗിക്കുന്ന പല വാക്കുകളിൽ ഒന്നാണ് വേണ്ട എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, ഈ തന്മതിപ്പ് പ്രസ്ഥാനം ഉണ്ടാക്കിയ സന്ദർഭത്തിൽ ആ കാലഘട്ടത്തിൽ തന്നെ മൈസൂർ രാജ കൊട്ടാരത്തിലേക്ക് ഗാന്ധി വരുന്നുണ്ട് എന്ന് കേട്ടപ്പോൾ ആ കാലഘട്ടത്തിൽ അതേ വർഷം തന്നെ ഗാന്ധി ചാതുർവർണ്ണ്യത്തെ ന്യായീകരിച്ചുകൊണ്ട് ഒരു ലേഖനം എഴുതിയിരുന്നു. അതേപോലെ തന്നെ ജാതി വ്യവസ്ഥയും തൊഴിൽ ബന്ധത്തെയും ന്യായീകരിച്ചുകൊണ്ട് ഗാന്ധി എഴുതുന്നു. അത് വല്ലാണ്ട് പെരിയാറെ ക്ഷോഭിപ്പിക്കുകയാണ് ചെയ്യുന്നത്. പെരിയാർ ആ ക്ഷോഭം വഹിച്ചുകൊണ്ട് നേരിട്ട് ഗാന്ധിയെ കാണാൻ പോവുകയും ഗാന്ധി വളരെ സമാധാനത്തോടുകൂടി പെരിയാറോട് ഇരിക്കാൻ വേണ്ടി പറയുന്നു. പെരിയാർ പറയുന്നു, ഞാൻ ഇരിക്കാൻ വന്നതല്ല, ഞാൻ നിങ്ങളെ ചോദ്യം ചെയ്യാൻ വേണ്ടി വന്നതാണ്. എന്താണ് എൻ്റെ ചോദ്യം എന്ന് വെച്ചാൽ, നിങ്ങൾ ഫസ്റ്റ് ചെയ്യേണ്ടത് എന്താണ്? കോൺഗ്രസ് പിരിച്ചുവിടുക, ഹിന്ദു മതം പിരിച്ചുവിടുക. എന്തിനാണ് ഈ മതം? ഈ ബ്രാഹ്മണന്മാർക്ക് സമ്പന്നരായി കഴിയാനുള്ള ഒരു പദ്ധതി അല്ലാതെ ഇതിൽ എന്താണ് അർത്ഥം? അത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ഗാന്ധിയോട് ചോദിക്കുന്നു. അപ്പോൾ ഗാന്ധി ചാതുർവർണ്ണ്യത്തെക്കുറിച്ച് നിങ്ങൾ എന്തുകൊണ്ടാണ് അതിനെ മഹത്വൽക്കരിച്ച് എഴുതുന്നതെന്ന് ചോദിച്ചു. അപ്പോൾ ഗാന്ധിയുടേതായ രീതിയിൽ അത് മറുപടി പറയാൻ ശ്രമിക്കുന്നു. പെരിയാർക്ക് അന്ധമായ ഒരു ബ്രാഹ്മൺ വിരോധമാണുള്ളത്, അതിൻ്റെ ഒരു ആവിഷ്കാരമാണ് ഈ ക്ഷോഭത്തിലുള്ളത് എന്നാണ് ഗാന്ധി പെരിയാറോട് പറയുന്നത്. അവർ അവിടെ നിന്നിട്ട് തീർത്തും ഇനി കോൺഗ്രസിലേക്ക് യാതൊരു തലത്തിൽ അനുരഞ്ജനവും ഇല്ല എന്ന് പറഞ്ഞിട്ടുണ്ട് പെരിയാർ ഇറങ്ങിപ്പോകുന്നത് എന്ന് നമ്മളെ ആലോചിക്കേണ്ടതെന്നർത്ഥം. അങ്ങനെ വേണ്ട എന്ന് പറയുമ്പോൾ ഇന്നും നോ കോൺഗ്രസ്, നോ ഗാന്ധി, നോ ബ്രാഹ്മിൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനം. തമിഴ്നാട്ടിൽ ആര് വേണ്ട? നോ ഹിന്ദി, നോ സാൻസ്ക്രിറ്റ്. ഇവിടെ വേണ്ടത് ദ്രാവിഡ ജനത, ഇവിടെ വേണ്ടത് തമിഴ് ഭാഷ എന്നുള്ളതാണ്. ബാക്കിയെല്ലാം അദ്ദേഹം വേണ്ട വേണ്ട എന്ന് പറയുന്നു. ആ വേണ്ടയുടെ പൊരുൾ നമ്മൾ തീർച്ചയായിട്ടും എന്തുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ എതിർത്ത് ബ്രാഹ്മിൻ വേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞു? എന്തുകൊണ്ടാണ് ഹിന്ദി വേണ്ട എന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ് സംസ്കൃതം വേണ്ട എന്ന് പറയുന്നത്? കാരണം ഇതൊക്കെ തന്നെയാണ് തമിഴ് അകത്ത് അസന്തുലിതതയുടെ, അസമത്വത്തിൻ്റെ, വേർതിരിവിൻ്റെ, വിവേചനത്തിൻ്റെതായിട്ടുള്ള എല്ലാ നട്ടെല്ലുകളും ഉറപ്പിക്കുന്നത് എന്നുള്ള വിശ്വാസത്തിൻ്റെ ഫലമാണ്. എന്തുകൊണ്ട് ജനങ്ങൾക്ക് പുരോഗതിയിലേക്ക് പോകാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ്. ഈ ഞാൻ വേണ്ട എന്ന് പറയുന്ന കാരണങ്ങൾ തന്നെയാണ് ഇതിന് ഉത്തരവാദിത്വം എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് അങ്ങനെ അദ്ദേഹം
പിന്നീട് ചില രീതിയിൽ പറയുകയാണെന്ന് വെച്ചാൽ കോൺഗ്രസിനോട് അദ്ദേഹം കുറച്ച് അയവ് മനോഭാവം പുലർത്തിയിരുന്നു. പലപ്പോഴും ചില DMK-ക്കെതിരെ പോലും കോൺഗ്രസിനെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത് പിൽക്കാല ചരിത്രം, അത് നമുക്ക് പിന്നീട് കിടക്കാം. ഇനി അങ്ങനെ നോക്കുന്ന ഇതുവരെ ഞാൻ ഒരു വിവരണാത്മകമായിട്ട് നിങ്ങളുടെ റിസർച്ച് ലാംഗ്വേജിൽ പറയുകയാണെങ്കിൽ വിവരണാത്മകമായിട്ടുള്ള ചില കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി കുറച്ച് അപഗ്രഥനാത്മകമായിട്ടുള്ള ഒരു അനലിറ്റിക്കൽ ആയിട്ടുള്ള ഒരു രീതിയിലേക്ക് നമുക്ക് കാര്യങ്ങൾ പോവാം. വിവരണാത്മകത്തിൽ തന്നെ നിങ്ങൾ എല്ലാ തരത്തിലും പിന്നെ ബോറടിച്ചിട്ടുണ്ടാവും എന്ന് എനിക്കറിയാം. അപഗ്രഥനത്തിൽ പിന്നെ പറയേണ്ടതില്ലല്ലോ. ഇത് നിങ്ങൾക്കറിയാം, ചിന്തയിലെ ഇരട്ടതിരുത്തം എന്നുള്ള പദം ഒരു ഇംഗ്ലീഷ് അല്ലെങ്കിൽ സംസ്കൃതത്തിൻ്റെ ട്രാൻസ്ലേഷനാണ്. ബൈനറി ഓപ്പോസിഷൻ അഥവാ ദ്വന്ദ്വ പ്രതിയോഗത്വം എന്നാണ് നമ്മൾ പറയാറ് സാധാരണ ഉപയോഗിക്കുന്നത്. അത് അങ്ങനെയൊന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല എന്ന് തോന്നിയുകൊണ്ടാണ് ഞാൻ ഇരട്ട എതിരിത്തം എന്നുപയോഗിച്ചാൽ പോരെ. അതായിരുന്നു ദ്വന്ദ്വം എന്ന് പറയുന്നത്. നമുക്കറിയാം ഈ ദ്വന്ദ്വ ഘടന എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മനസ്സെത്തുക അത് ഒരു മോഡേണിറ്റിയുടെ മോഡേൺ പീരീഡിൻ്റെ ആധുനികവാദത്തിൻ്റെ ഒരു സംഗതിയായിട്ടാണ് നമ്മൾ കാണുക. അതാണല്ലോ തച്ചുടയ്ക്കാൻ വേണ്ടി പോസ്റ്റ് സ്ട്രക്ചറലിസം അല്ലെങ്കിൽ പോസ്റ്റ് മോഡേണിസം ചെയ്തിരുന്നതെന്നൊക്കെ പറയാം. അപ്പം അങ്ങനെ ബൈനറി ആയിട്ടുള്ള ഒരു സംഗതിയായിരുന്നു അദ്ദേഹത്തിൻ്റെ ചിന്ത. ഏതെല്ലാം തരത്തിലുള്ള ബൈനറികളിലൂടെയാണ് അദ്ദേഹം കടന്നു പോയതെന്ന് നോക്കുകയാണെങ്കിൽ ഒറ്റ നോട്ടത്തിൽ പറയുകയാണെങ്കിൽ ഇതൊക്കെയായിരുന്നു എന്ന് പറയാൻ പറ്റും. ഒന്ന്, തിരുക്കുറലിനെതിരെ ഗീത. ഞാൻ ആദ്യം എഴുതിയതിലൊക്കെ തന്നെയാണ് പെരിയാർ ഏറ്റവും കൂടുതൽ മതിപ്പ് കൊടുത്തിരുന്നതെന്ന് അർത്ഥം. തിരുക്കുറൽ വേഴ്സസ് ഗീത, അതേപോലെ തന്നെ തമിഴ്, ഹിന്ദി, ദ്രാവിഡർ, ആര്യർ, പ്രാദേശികം, ദേശീയത, ദ്രാവിഡനാഥ്, ഉത്തരേന്ത്യ, ഇങ്ങനെയുള്ള ഒരു സംഗതിയിൽ ഫസ്റ്റ് അദ്ദേഹം പ്രാധാന്യം കൊടുത്തപ്പോൾ തിരുക്കുറൽ എന്ന് പറയുന്നു. ഇപ്പം നമുക്കറിയാം മണിമേഖല, ചിലപ്പതികാരം, തൊൽക്കാപ്പിയം, ഇതൊക്കെ നമുക്ക് വളരെയധികം മതിപ്പുള്ള ഗ്രന്ഥങ്ങളാണല്ലോ. അങ്ങനെ മതിപ്പുണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള സൃഷ്ടി ശേഷിയും ആ ഗ്രന്ഥങ്ങൾക്കുണ്ടെന്ന് മലയാളികളായ നമുക്കറിയാം. പക്ഷെ പെരിയാറിന് ഒട്ടും ഉണ്ടായിരുന്നില്ല. പെരിയാർ ചിലപ്പതികാരത്തെ തള്ളിക്കളയാണ് ചെയ്തത്. തോൽക്കാപ്യം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മിന്മാരുടെ ഒരു ഗ്രാമർ ടെക്സ്റ്റ് അല്ലാതെ അതിൽ ഒന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ചിലപ്പതികാരം എന്താണ്, എന്തൊരു റൊമാൻറ്റിക്, അളിഞ്ഞ റൊമാൻറ്റിക് അല്ലേ അതിൽ പറഞ്ഞിരിക്കുന്നത് എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ ഒരു ക്ഷേത്രം തന്നെ പണിതു കൊടുങ്ങല്ലൂരിലെ ചിലപ്പതികാരത്തിൻ്റെ പേരിൽ. പക്ഷേ അദ്ദേഹം പുച്ഛമായിരുന്നു. അദ്ദേഹം മാനിച്ചിരുന്ന, അദ്ദേഹത്തിന് മതിപ്പുണ്ടായിരുന്ന ഒരേ ഒരു കൃതി എന്ന് പറയുന്നത് തിരുക്കുറൽ ആയിരുന്നു. എന്തുകൊണ്ടാണെന്നാണ് വെച്ചാൽ അതിൽ മതത്തെക്കുറിച്ചൊന്നും പറയുന്നില്ല എന്നുള്ളതാണ് തിരുക്കുറൽ. 1330 ഈരടികളുണ്ട് തിരുക്കുറൽ. അതെല്ലാം പറയുന്നത് മനുഷ്യൻ്റെ ഇൻക്ലൂസീവായ ജീവിതത്തെക്കുറിച്ചാണ്. അതിനെക്കുറിച്ച് ഞാനൊരു പേപ്പർ എഴുതിയിട്ടുണ്ട്. അതിനെക്കുറിച്ചുള്ള ഒരു ഇൻക്ലൂസീവായിട്ടുള്ള ഒരു നേച്ചറിനെ കുറിച്ചിട്ടാണ് തിരുക്കുറൽ പറയുന്നത്. ജാതിയില്ല അതിൽ ജാതിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തമിഴ്നാട്ടിൽ ജാതിയില്ല എന്ന് തന്നെയാണ് അർത്ഥം എന്ന് അദ്ദേഹം പറയുന്നു. തിരുക്കുറലിനെ അദ്ദേഹം ബഹുമാനിക്കുകയും, എങ്കിലും തിരുക്കുറൽ എഴുതിയിട്ട ആളുകളെ ചില ആളുകൾ അദ്ദേഹത്തെ ദിവ്യകവി എന്ന് വിളിക്കും. ആ ദിവ്യകവി എന്നൊന്നും നിങ്ങൾ പിന്നെ നമ്മുടെ തിരുവള്ളുവരെ വിളിക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹം ഒരു കവിയാണ്, പക്ഷെ പറഞ്ഞതൊക്കെ യാഥാർത്ഥ്യമാണ് എന്ന് പറയും. അത് വായിച്ചു നോക്കി അറിയാം. സ്ത്രീകൾ അനുഷ്ഠിക്കേണ്ട ധർമ്മം, അതിഥികളോട് സംസാരിക്കേണ്ടത് എങ്ങനെയാണ്. അതിൽ സത്യത്തിൽ എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ തന്നെ വെർബൽ ഹൈജീനെ കുറിച്ച് ആദ്യമായിട്ട് സംസാരിച്ച ടെക്സ്റ്റ് എന്ന് പറയുന്നത് തിരുക്കുറലായിരിക്കണം. എങ്ങനെ ആളുകളോട് സംസാരിക്കണം, എങ്ങനെ തന്നോടൊപ്പം തന്നേക്കാൾ താഴ്ന്നവർ എന്ന് പറയുന്ന ആളുകളെ അവിടെ സംസാരിക്കണം, ഈ രീതിയിലുള്ള അന്വേഷണമൊക്കെ തിരുക്കുറൽ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു തിരുക്കുറൽ ഒരിക്കലും തന്നെ ഈ ബ്രാഹ്മിൻ ആസാമികൾ സ്വീകരിക്കാൻ സാധ്യതയില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ അതിൽ ദൈവത്തെ പ്രകീർത്തിക്കുന്ന ഒന്നും തന്നെ ഇല്ല എന്നുള്ളത്. അപ്പോൾ തിരുക്കുറൽ അതിന് ഗീത എന്തിനാ? ഗീത എന്ന് പറയുന്നത് അത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അസമത്വത്തിൻ്റേതായിട്ടുള്ള, അധർമ്മത്തിൻ്റേതായിട്ടുള്ള പല സംഗതികളും പുറത്ത് പ്രകടിപ്പിക്കുന്നതാണ്. നിങ്ങൾക്ക് എങ്ങനെയാണ് 5 ഭർത്താക്കന്മാരുണ്ട് എന്ന് പറയുന്ന ആളുകളുടെ മുമ്പിൽ ഇരുത്തിക്കൊണ്ടൊരു സ്ത്രീയെ വസ്ത്രാക്ഷാപം ചെയ്ത് കണ്ടു രസിക്കുന്ന പ്രതിപാദ്യമുള്ള മഹാഭാരതത്തെ നിങ്ങൾക്ക് എങ്ങനെയാണ് മാനിക്കാൻ പറ്റുക എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. അപ്പോൾ ഈ രീതിയിൽ പറയുമ്പോൾ അത് ജനങ്ങളിലെത്തും.
ജനങ്ങളോട് എങ്ങനെ സംസാരിക്കണം എന്നുള്ള കാര്യം അദ്ദേഹത്തിന് നന്നായിട്ട് അറിയാമായിരുന്നു. ആ ഭാഷയിൽ അങ്ങനെയുള്ള ഒരു ടെക്സ്റ്റിനെയാണോ? കാരണം എന്താണെന്ന് വെച്ചാൽ ആ ടെക്സ്റ്റ് വായിച്ചാൽ നിങ്ങൾക്ക് ഈ ബ്രാഹ്മിൻ മേധാവിത്വം എന്ന് പറയുന്നത് വളരെ സ്റ്റാൻഡർഡൈസ് ആയിട്ടുള്ള ഒരു സിവിലൈസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതിയാണെന്നുള്ളൊരു തോന്നൽ വരും എന്നതിൽ അദ്ദേഹത്തിന് ഭയമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അതിനൊക്കെ പൊളിക്കാൻ തരത്തിൽ വളരെ സൂക്ഷ്മമായ രീതിയിലേക്ക് അതിലേക്ക് കടന്നുകൊണ്ടായിരുന്നു അദ്ദേഹം രാമായണത്തെയും മഹാഭാരതത്തെയും മനുസ്മൃതിയെയും ഒക്കെ തന്നെ എതിർത്തിരുന്നത് എന്നർത്ഥം. പിന്നെ ഒന്ന് നമ്മൾ തമിഴ് ഹിന്ദി അത് ഞാൻ പറയാം. അതേപോലെ ദ്രാവിഡർ ബ്രാഹ്മണർ. നമ്മൾ പറയാറുണ്ട് ബ്രാഹ്മണർ അബ്രാഹ്മണർ എന്നാണ് പറയാറുള്ളത്. അദ്ദേഹം പറയും എന്തിനാ അങ്ങനെ പറയേണ്ട ആവശ്യം? ദ്രാവിഡർ അദ്രാവിഡർ എന്നല്ലേ പറയേണ്ടത്? ആ രീതിയിലായിരുന്നു അദ്ദേഹത്തിൻ്റെ സ്വത്വബോധം ഭാഷയിൽ സൂക്ഷിക്കുന്നത്. നമ്മൾ ബ്രാഹ്മണർ അബ്രാഹ്മണർ എന്ന് പറയേണ്ട ദ്രാവിഡർ, നമ്മുടെ ദ്രാവിഡർക്ക് പ്രഥമ പരിഗണന, പ്രൊമിനൻസ്. മറ്റേതിന് നമ്മൾ എന്താണ് അദ്രാവിഡർ എന്ന് പറഞ്ഞാൽ മതി. അതാരാണ്? ദ്രാവിഡർ എന്നർത്ഥം. ഈ ഒരു വർഗമാണ് ഇന്ത്യയിൽ ഇത്രമാത്രം മലീമസമായിട്ടുള്ള സാംസ്കാരിക അന്തരീക്ഷം ഉണ്ടാക്കിയത് എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വിധിയെഴുത്ത്. പിന്നെ എങ്ങനെയാണ് പെരിയാറിൻ്റെ പ്രതിമയ്ക്ക് എതിരെ കല്ലെറിയാതിരിക്കുക? പിന്നെ വേറെ ഒന്ന് ദേശീയം പ്രാദേശികം ദേശീയത. എന്താണ് ഈ ദേശീയത എന്ന് പറയുന്നത്? അതൊരു തട്ടിപ്പാണ് എന്ന് അദ്ദേഹം തുറന്നടിച്ച് പറഞ്ഞിരുന്നു. ഞങ്ങൾക്ക് വേണ്ട ദ്രാവിഡ നാടാണ്. ദ്രാവിഡ നാട് എന്ന് പറയുന്ന സന്ദർഭത്തിൽ ആരൊക്കെ വരുന്നുണ്ട്? അതിൽ കന്നഡിക വരുന്നുണ്ട്, തെലുഗർ വരുന്നുണ്ട്, മലയാളികൾ വരുന്നുണ്ട്, തമിഴ്, ഇവരെല്ലാം കൂടി ഒരു രാജ്യം എന്ന് പറയുന്നു. ഇത് അദ്ദേഹം സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും ഉന്നയിച്ചിരുന്നു. ഇതേ കാലഘട്ടത്തിൽ നിങ്ങൾക്കറിയാം മുഹമ്മദ് അലി ജിന്നയുടെ വാദത്തെ നമ്മൾ പിൽക്കാലത്ത് വിഘടനവാദം എന്ന് പറഞ്ഞിരുന്നു. അപ്പോൾ ഇദ്ദേഹം ജിന്നയുടെ പിന്തുണ തേടാൻ വേണ്ടിയിട്ട് പോയിരുന്നു. ജിന്നയോട് സംസാരിച്ചു, നിങ്ങൾ പാകിസ്ഥാൻ വാദം ഉന്നയിക്കുന്നത് പോലെ തന്നെ എൻ്റെ ദ്രാവിഡ നാട് എന്നുള്ള വാദത്തിന് പിന്തുണ തരാമോ എന്ന് ചോദിച്ചപ്പോൾ ജിന്നയ്ക്ക് മനസ്സിലായ അതിന് പിന്തുണ കൊടുത്തിട്ടുണ്ട്, തനിക്ക് കിട്ടേണ്ടത് ഇല്ലാതാവും എന്ന് പറഞ്ഞിട്ട് അതിലെനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു. പിന്നീട് അംബേദ്കറെ കാണുന്നു. അംബേദ്കറിനോട് ചോദിച്ചു, എൻ്റെ ഒരു വാദത്തിനോട് നിങ്ങൾ എനിക്ക് സപ്പോർട്ട് തരാൻ വെച്ച് അംബേദ്കറും പറഞ്ഞു. വളരെ തികഞ്ഞൊരു ദേശീയവാദിയായിട്ടുള്ള അംബേദ്കർക്ക് ഇദ്ദേഹത്തിൻ്റെ പ്രാദേശികവാദത്തെ ഉൾക്കൊള്ളാൻ പറ്റില്ല. അംബേദ്കറും കൈയൊഴുകുകയായിരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. പിന്നെയാണ് അദ്ദേഹം ദ്രാവിഡ നാട് എന്ന് വിചാരിച്ച് അദ്ദേഹത്തിൻ്റെ പിൽക്കാലത്ത് ചില മാറ്റങ്ങൾ സംഭവിക്കുന്നുണ്ട്. അതിലേക്ക് നമുക്ക് കടക്കാം. പിന്നെ വേറൊന്ന് ഉത്തരേന്ത്യ എന്ന് പറയുന്ന കാര്യങ്ങൾ. ഇതിൽ ഓരോന്നോരോന്നായിട്ട് നമുക്കിനി പരിശോധിക്കാം. സോറി, ഞാൻ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞിരുന്നു. ഇനി നമ്മൾ ഒരു കുറച്ച് സ്പീഡിൽ പറയാം. അത് എന്തായിരുന്നു അദ്ദേഹത്തിൻ്റെ ഭാഷാ ദർശനം? ഞാൻ ഈ പറഞ്ഞതൊക്കെ തന്നെ വളരെ കൃത്യമായ രീതിയിൽ പെരിയാർ എടുത്തൊരു സ്റ്റാൻഡ് തന്മതിപ്പിൽ ഊന്നിയതായിരുന്നെന്നും ആ തന്മതിപ്പിൻ്റെ ഒരു ആവിഷ്കാരമായിരുന്നു ഭാഷകളോട് അദ്ദേഹം എടുത്ത നിലപാട് എന്ന് പറയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയും പറഞ്ഞതിൽ നിന്ന് ഒരു പക്ഷേ എന്തായിരുന്നു പെരിയാർ എന്നതിനെ കുറിച്ചിട്ടുള്ളൊരു ഒരു ചെറിയ ചിത്രമെങ്കിലും അല്ലെങ്കിൽ ഒരു ചെറിയ പൊട്ടെങ്കിലും നിങ്ങളുടെ ഉള്ളിൽ പൊട്ടിയിരിക്കാം എന്നെനിക്ക് തോന്നുന്നു, അല്ലേ? പൊട്ടി തകർന്നു എന്ന് ഞാൻ പറയുന്നില്ല, തകർന്നാൽ അത് അവിടെ ഉണ്ടാവില്ലല്ലോ. അപ്പോൾ ആ പൊട്ടിൽ വെച്ചുകൊണ്ട് ഞാൻ മറ്റൊരു പൊട്ട് അഥവാ ബിന്ദുവിലേക്ക് കാര്യങ്ങൾ നിൽക്കുകയാണ്. അത് ഭാഷ എന്ന് പറയുന്നത്. ഇദ്ദേഹം പെരിയാറിൻ്റെ ഭാഷാ ദർശനം എന്ന് പറയുമ്പോൾ ആളുകൾ ചോദിക്കും, അദ്ദേഹം ഭാഷാശാസ്ത്രജ്ഞനാണോ? ആരാ ഭാഷാശാസ്ത്രജ്ഞൻ? ഭാഷയെ ശാസ്ത്രീയമായി പഠിക്കുന്ന ആളുകളല്ലേ എന്ന് ചോദിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല എന്ന് തോന്നുന്നു. ഈ കാലഘട്ടത്തിലൊക്കെ എൻ്റെ ഒരു ശ്രദ്ധ ഗാന്ധിയുടെ, ഗ്രാംഷിയുടെ, അംബേദ്കറുടെ, പെരിയാറിൻ്റെയൊക്കെ ഭാഷകളിലേക്ക് പോകുന്നതിൻ്റെ ഒരു കാരണം തന്നെ ഭാഷാശാസ്ത്രത്തിന് അങ്ങനെയൊരു അതിർത്തി കൽപ്പിച്ചു കൊടുക്കേണ്ടതില്ല എന്നുള്ള തോന്നലിൻ്റെ ഫലമായിട്ടാണ്. മാത്രമല്ല ഇവരെയൊക്കെ തന്നെ ഞാൻ പ്രയുക്ത ഭാഷാശാസ്ത്രജ്ഞർ അഥവാ അപ്ലൈഡ് ലിംഗ്വിസ്റ്റുകളായിട്ടാണ് കാണുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ പ്രയുക്ത ഭാഷാശാസ്ത്രം ആരംഭിക്കുന്നതിൻ്റെ ഒരു ചരിത്ര കോണ്ടെക്സ്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കൂ. രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ലോകം മുഴുവനുമുള്ള റെഫ്യൂജിയസ്, അഭയാർത്ഥികൾ, അവരുടെ മാതൃഭാഷയിൽ കവിഞ്ഞ് അവർ അധിവസിക്കുന്ന ദേശങ്ങളിലെ സമ്പർക്ക ഭാഷ എങ്ങനെ വിനിമയം ചെയ്യപ്പെടണം, എങ്ങനെ അവർക്ക് സമ്പർക്ക ഭാഷ പഠിച്ചെടുക്കണം എന്നുള്ള രാഷ്ട്രീയ ചിന്താഗതിയിൽ നിന്നാണല്ലോ പ്രയുക്ത ഭാഷാശാസ്ത്രം ഉണ്ടായത്. അതിൻ്റെ ഒരു ഔട്ട്പുട്ടാണല്ലോ ട്രാൻസ്ലേഷൻ ഉണ്ടാകുന്നത്. അങ്ങനെ നോക്കുമ്പോൾ എങ്ങനെയാണ് ഈ ദേശീയ നേതാക്കളുടെ അല്ലെങ്കിൽ സോഷ്യൽ ആക്ടിവിസ്റ്റുകളുടെ ഭാഷാ ദർശനത്തെ ഭാഷാശാസ്ത്രം കണ്ണടച്ചുകൊണ്ട് തള്ളിക്കളയുക? ഒരിക്കലും തള്ളിക്കളയാൻ പാടില്ല എന്ന് തന്നെയാണ് എൻ്റെ തോന്നുന്നത്. അതുകൊണ്ട് തന്നെ തിയറിറ്റിക്കൽ ലിംഗ്വിസ്റ്റിക്സിൽ വിശ്വസിക്കുന്ന ആളുകൾക്ക് ഇത്തരം കാര്യങ്ങളോട് ഒരു മതിപ്പുമില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ പറയുന്നത് ഭാഷാശാസ്ത്രത്തെ കളങ്കപ്പെടുത്തുകയാണ് എന്നുള്ള തോന്നലും ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞു വെക്കട്ടെ. അപ്പോൾ അതിൽ
ഈ അദ്ദേഹത്തിൻ്റെ ഞാൻ സൂചിപ്പിച്ച പോലെ ഭാഷാദർശനം എന്ന് പറയുന്നത് മൊഴിമതിപ്പ് എന്ന് പറയാം. ഞാൻ പറഞ്ഞല്ലോ അദ്ദേഹം ഒരു ഭാഷാശാസ്ത്രജ്ഞനായിരുന്നോ വ്യാകരണ പണ്ഡിതനായിരുന്നു എന്നുള്ള ഒരു ഒരു അസസ്മെൻ്റ് അല്ല എൻ്റെ ലക്ഷ്യം. എന്തായിരുന്നു അദ്ദേഹം ഭാഷ കൊണ്ട് അർത്ഥമാക്കിയത്, എന്തായിരുന്നു ഭാഷ സമൂഹത്തിൽ ചെയ്യേണ്ടത് എന്ന കാര്യങ്ങളെക്കുറിച്ചിട്ട് പെരിയാർ ചിന്തിച്ചതാണ്, മതിപ്പോടെ ചിന്തിച്ച കാര്യമാണ് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ മനോഭാവം എന്ന് പറയുന്നതൊരു സംഗതി ഉണ്ടായല്ലോ. ഒരാൾക്ക്, നമുക്കെല്ലാം തന്നെ നമ്മുടെ ഭാഷയോട്, വ്യത്യസ്ത ഭാഷകളോട് ചില ഇഷ്ടാനിഷ്ടങ്ങളുണ്ടല്ലോ അല്ലേ, ചില വിലയിരുത്തലുകളുണ്ടല്ലോ. ആ വിലയിരുത്തലുകളെ, ആ വിലയിരുത്തലുകളെ, ആ തരത്തിലുള്ള ഇഷ്ടാനിഷ്ടങ്ങളെ ആണ് നമ്മൾ മനോഭാവം അഥവാ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അപ്പോൾ പെരിയാറിൻ്റെ ലാംഗ്വേജ് ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് നോക്കിക്കഴിഞ്ഞാൽ പെരിയാറിൻ്റെ ഭാഷാ മതിപ്പ് എന്തായിരുന്നു, മൊഴി മതിപ്പ് എന്തായിരുന്നു മനസ്സിലാക്കാൻ പറ്റും. ആ മതിപ്പ് എന്ന് പറയുന്നത് ഒരു തമിഴ്, ഹിന്ദി, ഇംഗ്ലീഷ് എന്നീ ഭാഷകളോടുള്ള അദ്ദേഹത്തിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്താണെന്ന് മനസ്സിലാക്കിയാൽ തെളിയുന്ന ഒന്നാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാ ദർശനം. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തമിഴിന് അദ്ദേഹം എങ്ങനെയാണ് പ്ലേസ് ചെയ്തതെന്ന് മനസ്സിലാക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടുണ്ടാവും. ഹിന്ദി എങ്ങനെയായിരുന്നു അദ്ദേഹം കണ്ടത്, ഇംഗ്ലീഷിനെ എങ്ങനെയായിരുന്നു കണ്ടത് എന്നാണ് നമ്മൾ ഇനി പരിശോധിക്കേണ്ട കാര്യം എന്നർത്ഥം. തമിഴിന് അദ്ദേഹത്തിന് വലിയ മതിപ്പുണ്ടായിരുന്നു പറഞ്ഞു. അതോടൊപ്പം തന്നെ ഈ തമിഴ് ഭാഷ അദ്ദേഹം ആലോചിച്ചു. നിങ്ങൾ ആലോചിക്കൂ, ഈ ജാതി എന്നൊരു പദം അദ്ദേഹം ജനങ്ങളോട് സംസാരിക്കുക, ജാതി എന്നുള്ളൊരു പദം തമിഴ് ഭാഷയിൽ നിന്ന് എടുത്തു കളയുക. കന്യാദാനം എന്ന് പറയുന്ന ഒരു സംഗതി നിങ്ങൾ എടുത്ത് കളയുക. കറുപ്പ് എന്ന് പറയുന്ന ഒരു സംഗതിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ ചാസ്റ്റിറ്റിക്ക് തമിഴിൽ പറയുന്ന പേരാണ്. അതിനെ വിശേഷിപ്പിക്കുന്ന പദങ്ങളൊന്ന് തമിഴിൽ, കന്യാദാനം, ജാതി മുതലായിട്ടുള്ള പദങ്ങൾ നമ്മൾ ഭാഷയിൽ നിന്ന് എടുത്ത് മാറ്റുക, തമിഴ് ഭാഷയിൽ നിന്ന് എടുത്ത് മാറ്റി എന്ന് വിചാരിക്കുക. പകരം വെക്കാൻ ഒരു തമിഴ് പദം നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റുമോ എന്നാണ് പെരിയാർ ചോദിക്കുന്നത്. അപ്പോൾ പറയില്ല, പറ്റില്ല. എന്തുകൊണ്ട് പറ്റുന്നില്ല? കാരണം തമിഴിൽ മുമ്പ് ജാതി ഉണ്ടായിരുന്നില്ല. തമിഴിൽ പണ്ട് കന്യകാത്വം, കന്യാദാനം മുതലായവ ഉണ്ടായിരുന്നില്ല. ഇതൊക്കെ എവിടുന്ന് കിട്ടി? ഇതൊക്കെ കിട്ടിയ സംസ്കൃതം, ഹിന്ദി വഴി വന്നതാണ്. അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യുന്നത്? ബ്രാഹ്മണരുടെ സംഗതികൾ, അസമത്വത്തിൻ്റെ അതിർവരമ്പുകളുടെ സംഗതികൾ നമ്മുടെ ഭാഷയിലേക്ക് കൊണ്ടുവരികയാണ് ചെയ്തിരിക്കുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ ഇത് ഒക്കെ തന്നെ നമ്മൾ ഒഴിവാക്കണം, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒഴിവാക്കണം. അപ്പോൾ നിങ്ങൾക്കിടെ മുമ്പിൽ ഒരു ചോദ്യം ഉണ്ടാവും, പെരിയാർ സംസ്കൃതം ഉപയോഗിച്ചിട്ടുണ്ട്. നേരത്തെ ഞാൻ പറഞ്ഞ തന്മതിപ്പിന് അദ്ദേഹം ഉപയോഗിച്ച സ്വയം മര്യാദ എന്നാണ്. സ്വയം മര്യാദ രണ്ടും സംസ്കൃത പദങ്ങളാണ്. അങ്ങനെ ധാരാളം പദങ്ങൾ അദ്ദേഹം ഉപയോഗിച്ചു. പക്ഷേ ആ പദങ്ങൾ ഡിസ്ക്രിമിനേഷനുള്ള, വിവേചനമുള്ള ആശയത്തെ പേറുന്നവയായിരുന്നില്ല. വിവേചനത്തെ പേർന്ന്, അത് ലിംഗാടിസ്ഥാനത്തിലാകട്ടെ, ജാതി അടിസ്ഥാനത്തിലാവട്ടെ, അടിസ്ഥാനത്തിലാകട്ടെ, ഇത് അദ്ദേഹം അനുകൂലിച്ചില്ല. മറ്റതാണെങ്കിൽ സ്വീകരിക്കാം എന്നുള്ള അർത്ഥത്തിൽ സ്വീകരിച്ചു. മാത്രമല്ല അതോടൊപ്പം തന്നെ ആ കാലഘട്ടത്തിൽ പെരിയാർ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിൽ തമിഴ് ഭാഷയിലെ വ്യത്യാസം മനസ്സിലാക്കാത്ത രീതിയിൽ ലയിച്ചു പോയിട്ടുള്ള ചില സംസ്കൃത പദങ്ങളാണ്. ആ ലയിച്ചു പോയ പദങ്ങളിൽ തന്നെ ഏതെങ്കിലും തരത്തിലുള്ള അസമത്വത്തിൻ്റെതായിട്ടുള്ള, വിവേചനത്തിൻ്റെതായിട്ടുള്ള പദങ്ങളുണ്ടെങ്കിൽ നീക്കണം എന്നായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചതെന്നർത്ഥം. പിന്നെ അദ്ദേഹം ശ്രദ്ധിച്ചത് ഭാഷാ ആസൂത്രണത്തിലായിരുന്നു ശ്രദ്ധിച്ചതെന്ന് എന്നർത്ഥം. ഭാഷാ അധിനിവേശം, ഭാഷാ സംരക്ഷണം എന്നാണ്. ഇപ്പോൾ ഭാഷാസൂത്രണം എന്ന് പറഞ്ഞാൽ നമുക്കറിയാവുന്ന ഒരു കാര്യമാണ്. എന്താണ് അതിൽ ഉദ്ദേശിക്കുന്നത്? വ്യത്യസ്ത ജ്ഞാനമണ്ഡലവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. അത് രാഷ്ട്രീയമുണ്ട്, അതിൽ ഭാഷയുണ്ട്, ഫിലോസഫി എല്ലാം ഉണ്ട്. ചലനാത്മകമായ ഭാഷയിലെ ഭാഷാപരവും സാമൂഹികമായ ഇടപെടലുകളെയാണ് ഭാഷയിലെ ആസൂത്രണം കൊണ്ട് അർത്ഥമാക്കുന്നത്. വ്യാകരണ രചന, നിഘണ്ടു നിർമ്മാണം, അച്ചടിക്രമം എന്നിങ്ങനെയുള്ള എല്ലാ പ്രവർത്തനങ്ങളും ഭാഷയുടെ ആസൂത്രണമായി ബന്ധപ്പെട്ട കാര്യമാണ് എന്നർത്ഥം. ഭാഷയുടെ ആസൂത്രണം അങ്ങനെ മാത്രമല്ല, സുദേശിനെ പോലുള്ള കവികൾ എഴുതുന്ന കവിത പോലും ലാംഗ്വേജ്, നമ്മുടെ ലത്തീഫിനെ പോലുള്ള ആളുകൾ എഴുതുന്ന കവിത പോലും എന്താണ്, ലാംഗ്വേജ് പ്ലാനിങ്ങിൻ്റെ ഭാഗമാണ്. യഥാർത്ഥത്തിൽ കവികൾ ലാംഗ്വേജ് പ്ലാനേഴ്സ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെ വലിയൊരു വിശാലം ഭാഷ കൈകാര്യം ചെയ്യുന്ന പലരും ലാംഗ്വേജ് പ്ലാനിങ് നടത്തുന്ന ആളുകളാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഈ നിഘണ്ടു നിർമ്മാണം, വ്യാകരണ രചനയൊന്നും ഇദ്ദേഹം ചെയ്തിട്ടില്ല. ആര് ചെയ്തിട്ടില്ല? പെരിയാർ ചെയ്തില്ല. പെരിയാർ ചെയ്തത് ലിപി പരിഷ്കരണമാണ്, അച്ചടി പരിഷ്കരണമാണ്. അതായത് അദ്ദേഹത്തിന് ഏതാണ്ട് ഒരു 8 പേപ്പറുകൾ അദ്ദേഹം നടന്നു. ഗാന്ധി ചെയ്തതുപോലെ ഹരിജിൻ,
അത് യങ് ഇന്ത്യ എന്നൊക്കെ പറയുന്നത് പോലെ തന്നെ ഇവിടെ അദ്ദേഹത്തിന് കുടിയരച്ച് എന്ന് പറയുന്ന ഒരു അത് കുടിയരച്ച് എന്നാണ് എന്നാണ് വായിക്കുക. അതേപോലെ തന്നെ റിവോൾട്ട്, വിടുതലൈ എന്നൊക്കെ ഉണ്മ എന്നൊക്കെ പറയുന്ന പല പത്രങ്ങളും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പ്രധാന നാവ് എന്ന് പറയുന്ന കുടിയരശായിരുന്നു. ഈ കുടിയരശ് എന്നുള്ള പത്രം അദ്ദേഹം പല തരത്തിലുള്ള വിവർത്തനങ്ങളും അദ്ദേഹത്തിന് തോന്നുന്ന രാഷ്ട്രീയ വിഷയങ്ങളെല്ലാം തന്നെ പ്രചരിപ്പിക്കാൻ ഉപയോഗിച്ച സന്ദർഭത്തിൽ അച്ചടി ഒരു വലിയ പ്രശ്നമായി തീർന്നു. ഏതാണ്ട് തമിഴിൽ 246 ലിപികൾ അദ്ദേഹം 54 ലിപികളിലേക്ക് ചുരുക്കി എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയായിട്ട് കാണുന്നത്. അത് ആ കാലഘട്ടത്തിലെ തമിഴ് പണ്ഡിതന്മാർ മുഴുവനും തന്നെ എതിർക്കുകയാണ് ചെയ്തിരുന്നത്. പക്ഷെ അദ്ദേഹത്തിൻ്റെ മരണശേഷം എനിക്ക് തോന്നുന്നു 1979 തോന്നുന്നു MGR പെരിയാറിൻ്റെ പരിഷ്കാരം അത് ഇനി മുതൽ സർക്കാർ അത് നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിക്കുകയാണ് ചെയ്തിട്ടുള്ളതെന്ന് ആലോചിക്കണം. അപ്പോൾ ഈ പറയുന്ന രീതിയിലുള്ളൊരു പ്ലാനിങ് അദ്ദേഹം ലിപി പരിഷ്കരണം വഴി നടത്തിയിട്ടുണ്ടായിരുന്നു എന്നർത്ഥം. അതുപോലെ തമിഴ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു സാധനം ലിപി പരിഷ്കരിച്ച് നിങ്ങൾ നോക്കൂ, ഇംഗ്ലീഷിൽ എത്ര അക്ഷരമുണ്ട്? ഇംഗ്ലീഷിൽ ഓൺലി ഒരു 26 അക്ഷരങ്ങളേ ഉള്ളൂ. എന്നിട്ട് അതൊരു ലോക ഭാഷയില്ലേ? അതിലേതെല്ലാം തരത്തിലുള്ള വൈജ്ഞാനിക ഗ്രന്ഥങ്ങളാണ് വരുന്നത്? അത് എത്രമാത്രം സാമൂഹിക പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത്? അതുപോലെ നമ്മൾ ലിപിയും ചുരുച്ചിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഐഡിയൽ മോഡൽ എന്ന് പറയുന്നത് ഇംഗ്ലീഷായിരുന്നു എന്നർത്ഥം. അപ്പോൾ അതിൽ മതവും ജാതിയും പ്രചരിപ്പിക്കാനുള്ള ഭാഷയായി തമിഴിനെ ഈ ബ്രാഹ്മിൻ സമൂഹം മാറ്റിക്കഴിഞ്ഞു. ഇന്ന് തമിഴ് ഭാഷ മുന്നേറാൻ പറ്റാത്തതിൻ്റെ പ്രധാന കാരണം സംസ്കൃതത്തിൻ്റെയും ഹിന്ദിയുടെയും ഇൻഫ്ലുവൻസ് കൊണ്ടാണ്. ആ ഇൻഫ്ലുവൻസ് ആകട്ടെ അസമത്വത്തെ ഉണ്ടാക്കുന്ന ഒന്നാണ്. അതിൽ നിന്ന് പുരോഗതിയുടെ ഭാഷയായിട്ട് തമിഴ് മാറണമെങ്കിൽ ആ പദാവലികളെല്ലാം നമ്മൾ കളയണം എന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചിരിക്കുന്നത്. പിന്നെ നേരത്തെ പറഞ്ഞ പുരോഗമന ജീവിതം നയിക്കാനുള്ള ഭാഷയാക്കി തീർക്കുക, അങ്ങനെയാണ് ഇംഗ്ലീഷുകാർ മുന്നേറിയെന്ന് അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഇവിടെ നമ്മൾ ആലോചിക്കേണ്ടത് ഏതൊരു ഭാഷയെ പോലെ തന്നെ സോഷ്യൽ ഡിസ്ക്രിമിനേഷനും ഹയറാർക്കിയും ഒക്കെയുള്ള ഭാഷയാണ് ഇംഗ്ലീഷ്. അതുപോലെ തന്നെ അത് അധിനിവേശത്തിൻ്റെ ഭാഷയാണ്. ഈ വശം പെരിയാർ വേണ്ടത്ര ശ്രദ്ധിച്ചിട്ടില്ല. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം ഒരു മോഡലിലെ നന്മ എടുത്തുകൊണ്ട് തമിഴ് ജനതയെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നത് തന്നെയായിരുന്നു ഉദ്ദേശം എന്നർത്ഥം. അതുപോലെ നമ്മൾ കാണേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഈ ഹിന്ദിയോടുള്ള അദ്ദേഹത്തിൻ്റെ കാര്യമാണ്. ഹിന്ദി ടീച്ചേഴ്സ് ക്ഷമിക്കണം, ഇതിവിടെ പറയുമ്പോൾ പെരിയാർ പറഞ്ഞ കാര്യമാണിത്. ഇത് ഹിന്ദി ഉപയോഗശൂന്യമായിട്ടുള്ള ഭാഷയാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. അന്ധ തെറ്റിപ്പോയതാണ്. അന്ധവിശ്വാസങ്ങളുടെ കലവറയാണ് ഹിന്ദി ഭാഷ എന്ന് പറയുന്നു. നിങ്ങൾ എന്തിനാണ് ഹിന്ദി പഠിക്കുന്നത്? ഉത്തരേന്ത്യൻ ടൂർ നടത്താൻ ആരെങ്കിലും ഹിന്ദി പഠിക്കുമോ എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ആളുകൾ പറയും അവിടെ കച്ചവടം നടത്താൻ പോകുന്ന ആളുകളൊക്കെ ഹിന്ദി പഠിച്ചാൽ നല്ലതായിരിക്കും. നല്ലതാണ്. അവിടെ കച്ചവടം നടത്താൻ പോകുന്ന ആരാണ്? ബ്രാഹ്മിൻസ് ആണ്. അവർക്കല്ലേ അത് ഗുണമുണ്ടാകുന്നുള്ളൂ, സാധാരണ ജനങ്ങൾക്ക് ഗുണമില്ലല്ലോ. അതുകൊണ്ട് ഹിന്ദി പഠിക്കേണ്ട ആവശ്യമില്ല, അത് വിവേചനത്തിൻ്റെ ഭാഷയാണ്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ ഇപ്പോഴും ശരി, അതിൻ്റെ ഗ്രാമർ പോലും ജെൻഡർ ഇക്വാലിറ്റി ഉള്ളതെല്ലാം നമുക്കറിയാം. മറ്റു ഭാഷകളെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ വളരെയധികം ജെൻഡർ ഡിസ്ക്രിമിനേഷനുള്ള ഭാഷയാണ് എന്ന് നമുക്കറിയാവുന്ന. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം തികഞ്ഞ ഹിന്ദി വിരോധിയായി തീർന്നു. അങ്ങനെ ഹിന്ദി വിരോധിയായി തീർന്നിട്ടുള്ള പെരിയാർ ഒരു സ്ഥലത്ത് 1965 അദ്ദേഹം രണ്ടാമത്തെ ഏറ്റവും വലിയ ഹിന്ദി വിരുദ്ധ കലാപം തമിഴ്നാട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അതിനെ അപലപിക്കുകയാണ് ചെയ്തിരുന്നത്. കാരണം മനുഷ്യക്കുരുതി കൂടുതലുണ്ടായിരുന്നു ആ സന്ദർഭത്തിൽ. വലിയധികം അക്രമമുണ്ടായതിൽ അദ്ദേഹം നിലപാട് മാറ്റി ഹിന്ദിക്ക് അനുകൂലമായ നിലപാടെടുക്കുകയാണെന്നുള്ള കാര്യം കൂടി നമ്മൾ ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. പിന്നെ ഇംഗ്ലീഷിനെയാണ് അദ്ദേഹം ഇണക്കുമൊഴി എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ലിംഗോ ഫ്രാങ്കയാണ്. ലിംഗോ ഫ്രാങ്ക എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ത്യ എന്ന് പറയുന്നത് നമ്മളൊരു സോഷ്യോ ലിംഗ്വിസ്റ്റിക് ഏരിയ എന്നാണ് നമ്മൾ പറയാറുള്ളത്. മുമ്പ് അത് എമിനോ ഒക്കെ പറഞ്ഞിരുന്നത്, ബറോ ഒക്കെ പറഞ്ഞിരുന്നത് അതൊരു ലിംഗ്വിസ്റ്റിക് ഏരിയ അഥവാ ഭാഷാക്ഷേത്രം എന്ന രീതിയിൽ എന്ന് പറയുന്നു. അതായത് വ്യത്യസ്ത ഭാഷാ ഗോത്രങ്ങൾ
തികച്ചും സ്വാഭാവികമായി കൊടുക്കൽ വാങ്ങൽ നടക്കുന്ന പ്രദേശത്തെയാണ് ഭാഷാക്ഷേത്രം അഥവാ ലിംഗ്വിസ്റ്റിക് ഏരിയ എന്ന് പറയാറ്. അങ്ങനെയുള്ള ഒരു ലിംഗ്വിസ്റ്റിക് ഏരിയ ആണ് ഇന്ത്യ. അതിനെ പിൽക്കാലത്തുള്ള ആളുകൾ തിരുത്തി അത് ഇന്ത്യ ഈസ് എ സോഷ്യൽ ലിംഗ്വിസ്റ്റിക് ഏരിയ എന്ന് പറഞ്ഞിരുന്നു. അത്തരത്തിൽ ബഹുഭാഷിത്വമുള്ള ഒരു നാട്ടിൽ ഏകഭാഷയ്ക്ക് വേണ്ടിയിട്ട് നിലകൊണ്ടു എന്നുള്ളത് ഒരു പ്രത്യേകിച്ചും ഒരു സാമൂഹിക, ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ അധകൃതരെന്ന് പറയുന്ന ആളുകൾ താമസിക്കുന്ന ഇടമായിട്ട് ദ്രാവിഡ വിഭാഗം മാറി എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം ഹിന്ദിയെയും സംസ്കൃതത്തെയും ഒക്കെ ഒറ്റപ്പെടുത്തിയിട്ട് തമിഴിനെ മാത്രം മുന്നോട്ട് വെച്ച്. അതോടൊപ്പം പെരിയാറിനെ പറ്റിയ ഒരു വലിയ പാളിച്ച എന്താണെന്ന് വെച്ചാൽ കന്നഡയുടെ ഐഡൻറ്റിറ്റിയും മലയാള ഭാഷയുടെ ഐഡൻറ്റിറ്റിയും തെലുങ്കിൻ്റെ ഐഡൻറ്റിറ്റിയും അദ്ദേഹം മാനിച്ചില്ല. അദ്ദേഹം പറയുന്നത് ഇതെല്ലാം തന്നെ തമിഴുമായി ബന്ധപ്പെടുത്തിയാൽ മതി എന്നുള്ളത്. അതായിരുന്നു പെരിയാറിൻ്റെ ദ്രാവിഡ നാട് എന്നുള്ള ആശയത്തിന് പറ്റിയിട്ടുള്ള പരാജയങ്ങളിൽ ഒന്ന്. ഈ ഭാഷകളുടെ അസ്തിത്വത്തെ അദ്ദേഹം മാനിച്ചതില്ല എന്നത് തന്നെ. അദ്ദേഹത്തിൻ്റെ പ്രധാനം തമിഴാണ്. എല്ലാ ഭാഷയും തമിഴിൽ നിന്ന് ഉണ്ടായതാണെന്ന് പറയുന്നു. ഒരു രസകരമായിട്ടുള്ളൊരു സംഭവം നമുക്ക് ആലോചിക്കാം. എനിക്ക് തോന്നുന്നു ചട്ടമ്പി സ്വാമിയുടെ ആദ്യ ഭാഷ എന്നുള്ള കൃതി ഉണ്ടാവുന്ന 1925 പെരിയാർ പറയുന്നത്. അതിൽ പറയുന്ന പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് ലോക ജനതയുണ്ടാകുന്ന ദ്രാവിഡ നാട്ടിലാണ്, ആദ്യത്തെ ഭാഷ തമിഴാണെന്നാണ് പറയുന്നത്. ഇവരത് പരസ്പരം മനസ്സിലാക്കിയിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അങ്ങനെ ഒരു സംഗതി ഇപ്പുറത്ത് നടക്കുന്നുണ്ട് എന്നുള്ളത് രസകരമായി തോന്നുന്നു എന്നർത്ഥം. എന്താണ് ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത? ഇംഗ്ലീഷ് പുരോഗതിയുടെ ഭാഷയാണ്, ഇംഗ്ലീഷ് ശാസ്ത്രത്തിൻ്റെ ഭാഷയാണ്. മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കൂ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒടുവിൽ അദ്ദേഹം തന്നെ പറയേണ്ടി വന്നു, അവസാന കാലഘട്ടമായിട്ട് തമിഴിൽ ഒരു പുരോഗതിയും കാണുന്നില്ല. അദ്ദേഹം പറഞ്ഞു തമിഴ് ഒരു കാടൻ ഭാഷയാണെന്ന് അദ്ദേഹം പറഞ്ഞു. തമിഴ് ഒരു ബാർബേറിയൻ ലാംഗ്വേജ് ആണെന്ന് അദ്ദേഹം പറഞ്ഞു. എന്തുകൊണ്ട് അങ്ങനെ പറയും? നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കൂ, വീട്ടിലൊക്കെ ഇംഗ്ലീഷ് സംസാരിച്ചാൽ മതി എന്ന് പെരിയാർ പറഞ്ഞു. കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ദിവസം പോകുന്നതിനനുസരിച്ചിട്ട് ഈ ഭാഷ സാമൂഹിക പുരോഗതിയുടെ ലക്ഷണമായി മാറാതെ പഴയ ഞാൻ എത്രത്തോളം എതിർത്തുവോ ആ എതിർത്തിട്ടുള്ള എല്ലാ സ്പർദ്ധകളെയും ആവാഹിക്കുന്ന ഭാഷയായിട്ട് പിന്നോട്ടാണല്ലോ സഞ്ചാരം എന്നതിൽ വെറി കൊണ്ടിട്ട് അദ്ദേഹം പറഞ്ഞു തമിഴ് കാടന്മാരുടെ ഭാഷയാണ്, നിങ്ങൾ ഇംഗ്ലീഷ് പഠിക്കൂ, ഇംഗ്ലീഷ് പഠിക്കാതെ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നുള്ളതാണ്. പിന്നെ പെരിയാർ നടത്തിയിട്ടുള്ള ഹിന്ദി വിരുദ്ധ കലാപം നിങ്ങൾക്കറിയാം. രാജാജി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ അദ്ദേഹം ഹിന്ദി നിർബന്ധമായി നടപ്പാക്കുക എന്നുള്ള, ഗാന്ധിയെ സംബന്ധിച്ചോളം ഹിന്ദി സ്വാതന്ത്ര്യം കിട്ടണമെങ്കിൽ ഇന്ത്യക്കൊരു ലിംഗോ ഫ്രാങ്ക ഉണ്ടാകണമെന്നും ആ ലിംഗോ ഫ്രാങ്ക അഥവാ ഇണക്കുമൊഴി എന്ന് പറയുന്നത് ഹിന്ദി ആയിരിക്കണമെന്നും ആ ഹിന്ദി പ്രചരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള സഭകളും അതോടൊപ്പം തന്നെ എല്ലാ വിദ്യാലയങ്ങളിലും ഹിന്ദി നിർബന്ധമാക്കുക എന്നുള്ള കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട അജണ്ടയായിരുന്നു. ആ അജണ്ടയുടെ ഫലമായിട്ട് രാജഗോപാലാചാരിയുടെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിൽ തമിഴ്നാട്ടിലെ സ്കൂളുകളിൽ ഹിന്ദി നിർബന്ധ വിഷയമാക്കിയതോടുകൂടി നമ്മുടെ പെരിയാർ രാമസ്വാമി അതിനെതിരെ സമരം നടത്തിയപ്പോൾ അദ്ദേഹം പറഞ്ഞു സ്ത്രീകളാണ് ഭാഷയ്ക്ക് വേണ്ടിയുള്ള സമരം നടത്തേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകളെ അദ്ദേഹം സമരമുഖത്തേക്ക് നയിക്കുകയാണ്. ധാരാളം സ്ത്രീകൾ സമരമുഖത്തേക്ക് എത്തുകയും അവരെ അറസ്റ്റ് ചെയ്ത് പബ്ലിക് പ്രോസിക്യൂട്ടറുടെ മുമ്പിലേക്ക് കൊണ്ടുപോകുന്നു. പബ്ലിക് പ്രോസിക്യൂട്ടർ ഈ സ്ത്രീകളോട് ഇങ്ങനെ ചോദിക്കുന്നു, നിങ്ങൾ പലർക്കും കുഞ്ഞുങ്ങളുണ്ട്, സമരത്തിൽ പങ്കെടുത്താൽ നിങ്ങളെല്ലാവരും ജയിലിൽ പോകും. വീട്ടിലിരിക്കുന്ന നിങ്ങളുടെ ഭർത്താക്കന്മാർക്കും കുട്ടികളും കഷ്ടപ്പെടും. ഇനി സമരത്തിൽ പങ്കെടുക്കുകയില്ലെന്ന് എനിക്ക് നിങ്ങൾ ഉറപ്പ് തരികയാണെങ്കിൽ ഞാൻ നിങ്ങളെയെല്ലാം വെറുതെ വിടാമെന്ന് സ്ത്രീകളോട് പബ്ലിക് പ്രോസിക്യൂട്ടർ പറയുന്നു. അപ്പോൾ സ്ത്രീകൾ പറഞ്ഞ മറുപടി എന്താണെന്ന് വെച്ചാൽ, ഞങ്ങളുടെ ഭാഷയ്ക്കും ദേശത്തിനും വേണ്ടി ഏതറ്റം വരെ പോകാനും ഞങ്ങൾ ഒരുക്കമാണ്, എന്തും സഹിക്കാൻ ഞങ്ങൾ തയ്യാറാണ്. സമരത്തിൽ നിന്ന് ഞങ്ങളെ പിന്തിരിപ്പിക്കാൻ ഞങ്ങളുടെ ഭർത്താക്കന്മാർക്ക് എന്ത് അവകാശമാണുള്ളത് എന്നായിരുന്നു അവർ പ്രോസിക്യൂട്ടറോട് തിരിച്ചു ചോദിച്ചെന്നാണ്. ആ സമയത്ത് പെരിയാർ ജയിലിലാണ്. പെരിയാർ ഹിന്ദി വിരുദ്ധ സമരം നടത്തി ജയിലിലാവുന്ന സന്ദർഭത്തിൽ പുറത്തിരുന്ന് അദ്ദേഹം സമരം നടത്തിക്കായിരുന്നു. നിങ്ങൾ ആലോചിക്കേണ്ടത് ഗാന്ധിയുടെ നേതൃത്വത്തിൽ നടന്നിട്ടുള്ള പല സമരങ്ങളും സ്ത്രീകളും ഭാഗവാക്കായിരുന്നെങ്കിലും പ്രത്യക്ഷത്തിൽ നമുക്ക് സ്ത്രീകളെ കാണാമായിരുന്നു. അതൊക്കെ തന്നെ പാസീവ് സബ്ജക്റ്റിവിറ്റി ആയിരുന്നു എന്നറിയാം. സ്ത്രീകളുടെ ഒരു പാസീവ് സബ്ജക്റ്റിവിറ്റിയാണ് അവിടെ കാണാൻ പറ്റുകയെങ്കിൽ സ്ത്രീകളുടെ ഒരു ആക്റ്റീവ് സബ്ജക്റ്റിവിറ്റി എന്ന് പറയുന്നത് നമ്മുടെ പബ്ലിക് സ്പിയറിൽ
ഉണ്ടാക്കിയത് പെരിയാറിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണെന്ന് നമുക്ക് ഉറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും എന്നർത്ഥം. അത് മാത്രമല്ല, അത് കേരളീയരുടെ മുമ്പിലും അദ്ദേഹം കാണിച്ചു കൊടുത്തു വൈക്കം സത്യാഗ്രഹത്തിലൂടെ. വൈക്കം സത്യാഗ്രഹം വിജയിപ്പിച്ചത് ചരിത്രത്തിൽ കാണില്ലെങ്കിലും നാഗമ്മയും കണ്ണമ്മയുമാണെന്ന് നമുക്ക് തമിഴ് ചരിത്രം വായിച്ചാൽ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്ന ഒന്നാണ് അർത്ഥം. അപ്പോൾ തമിഴിനെ ലോക നിലവാരമുള്ള ഒരു വിജ്ഞാന ഭാഷയാക്കണം എന്ന് പറഞ്ഞു. അതിന് മാതൃകയാകേണ്ടത് ഇംഗ്ലീഷാണ് എന്ന് അദ്ദേഹം പറയുകയും ചെയ്തു. മനുഷ്യനായി ജീവിക്കണമെങ്കിൽ ഇംഗ്ലീഷുകാരനാവണമെന്ന് ഞാൻ പറഞ്ഞല്ലോ. നേരത്തെ ഇംഗ്ലീഷിലുള്ള എല്ലാ വിവേചനത്തെയും അദ്ദേഹം മനസ്സിലാക്കാൻ പറ്റിയിട്ടില്ലെങ്കിലും അതുണ്ടായിരുന്നു. മാത്രമല്ല, അദ്ദേഹം പല നാടുകളും സഞ്ചരിച്ചിരുന്നു. സോവിയറ്റ് യൂണിയൻ സന്ദർശിച്ചിരുന്നു, ബർമ്മ സന്ദർശിച്ചിരുന്നു, അങ്ങനെ സിംഗപ്പൂർ, അങ്ങനെ പല സ്ഥലത്തും അദ്ദേഹം പ്രസംഗിക്കാനൊക്കെ പോയിരുന്നു. അദ്ദേഹം ഏറ്റവും കൂടുതൽ താമസിച്ചിരുന്നത് റഷ്യയിലായിരുന്നു. റഷ്യയെ മാത്രമല്ല, ആ സമയത്ത് ലെനിനുമായിട്ടും അതേപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആദർശങ്ങളുമായിട്ടും ഒക്കെ തന്നെ മാർക്സിസത്തോടുമൊക്കെ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടാവുക. അതൊക്കെ അത് ഉടനെ തന്നെ ഓരോ നാട്ടിൽ നിന്ന് വരുമ്പോൾ ആംഗൽസിൻ്റെയും മാർക്സിൻ്റെയും അതേപോലെ തന്നെ ലെനിൻ്റെയും പ്രധാനപ്പെട്ട വർക്കുകൾ മുഴുവനും തമിഴിലേക്ക് അദ്ദേഹം തൻ്റെ പത്രങ്ങളിലൂടെ വിവർത്തനം ചെയ്ത് അവതരിപ്പിക്കുകയും ചെയ്തിരുന്നു എന്നർത്ഥം. അദ്ദേഹം കമ്മ്യൂണിസത്തിൽ കണ്ടിട്ടുള്ള ഏറ്റവും വലിയ അപാകത എന്ന് പറയുന്നത് അത് ദളിത് അസമത്വങ്ങളെ വേണ്ട രീതിയിൽ അഡ്രസ്സ് ചെയ്യുന്നില്ല എന്ന്. അവർക്കത് അഡ്രസ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് അദ്ദേഹം മനസ്സിലാക്കിയതുകൊണ്ടാണ് കമ്മ്യൂണിസത്തോട് അദ്ദേഹം വിട പറയുന്നത്. അതിൽ വലിയ താല്പര്യം അദ്ദേഹം കാണിക്കാതിരുന്നത് എന്നർത്ഥം. അവരുടെ ശ്രദ്ധ അങ്ങോട്ട് പോയി. മാത്രമല്ല, ഓരോ സ്ഥലത്ത് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഭാഷയിൽ കാണുന്ന, പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ മതിപ്പുണ്ടായിരുന്നത് അദ്ദേഹത്തിൻ്റെ റഷ്യൻ കാലഘട്ടത്തിലെ ജീവിതമാണ്. ആ ജീവിതത്തിൽ അതിനുശേഷം അദ്ദേഹം പറഞ്ഞു, നമ്മൾ ഇനി മുതൽ സ്ത്രീകളെ കുറിക്കാൻ വേണ്ടി ശ്രീമതി, ശ്രീ എന്നൊന്നും പറയേണ്ട, തിരുമതി എന്നൊക്കെയുള്ള പദങ്ങളാണ് ഉപയോഗിക്കേണ്ടത് എന്ന മട്ടത്തിൽ പറയുകയും അതൊക്കെ വളരെ പ്രോഗ്രസീവാണ് ആ ഭാഷ എന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു. അപ്പോൾ എവിടെ ചെന്നാലും അദ്ദേഹം ഭാഷ കൂടി ശ്രദ്ധിക്കുകയും ഭാഷയിലെ പ്രോഗ്രസീവായിട്ടുള്ള ചില കാര്യങ്ങളെ തമിഴ് ഭാഷയിലേക്ക് കൊണ്ടുവരാനും ശ്രമിച്ചിരുന്നു എന്നാണ് പറഞ്ഞതിൻ്റെ. പിന്നെ ഞാൻ പറഞ്ഞത്, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഒരു ഉദാഹരണം വഴി ഭാഷ തന്നെയാണ് ചിന്ത എന്ന് അദ്ദേഹം പറയുന്ന ഒരു കാര്യം പറഞ്ഞിരുന്നല്ലോ. തമിഴ് ജാതി ഉണ്ടായിരുന്നില്ല, കന്യാദാനം എന്നൊരു പദമുണ്ടായിരുന്നില്ല എന്ന് പറയുന്നു. അവിടെ ഭാഷയാണ് സംസ്കാരത്തെ പ്രകടമാക്കുന്നത് എന്ന് പറയുന്ന ഒരു ആഴത്തിലുള്ള ചിന്ത പെരിയാറിലുണ്ടായിരുന്നു. ആ ചിന്തയൊരു രസകരമായിട്ടുള്ള സന്ദർഭം പറയാം. പെരിയാർ ഇങ്ങനെ ഭാഷയോട് സംസാരിച്ചിരുന്ന കാലഘട്ടത്തിലെ നമ്മുടെ ലോക ഭാഷാശാസ്ത്രത്തിന് എന്താണ് സംഭവിച്ചതെന്നും കൂടി നമ്മൾ ആലോചിക്കുന്ന രസമായിരിക്കും. 1933 എന്ന് പറയുന്നത് ഭാഷാശാസ്ത്ര വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ്. എന്താണ് ആ പ്രധാനപ്പെട്ട വർഷത്തിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ബ്ലൂംഫീൽഡിൻ്റെ ലാംഗ്വേജ് എന്നുള്ള പുസ്തകം പബ്ലിഷ് ചെയ്യുന്നു എന്നുള്ളതാണ്. ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന രീതിയിലാണ് ബ്ലൂംഫീൽഡ് അറിയപ്പെടുന്നത്. ഭാഷാശാസ്ത്രത്തിൻ്റെ പിതാവ് എന്ന രീതിയിലാണെങ്കിൽ സസൂറാണ്. പക്ഷേ ആധുനിക ഭാഷാശാസ്ത്രമാണ് ചോദ്യമെങ്കിൽ കുട്ടികൾ എപ്പോഴും UGC പരീക്ഷ കഴിഞ്ഞ ഉടനെ വിളിച്ച് ചോദിക്കുന്നതാണ്. ആധുനിക ഭാഷാശാസ്ത്രത്തിൻ്റെ ഇത് എന്ന് പറയുമ്പോൾ സസൂർ കൊടുത്തിട്ടുണ്ട്, ബ്ലൂംഫീൽഡ് കൊടുത്ത് എഴുതണം. ഒന്നും സംശയിക്കാനില്ല, ബ്ലൂംഫീൽഡ് തന്നെയാണ് എഴുതേണ്ടത്. കാരണം ആധുനിക ഭാഷാശാസ്ത്രം എന്നുള്ള സങ്കല്പത്തിൽ വെച്ച് നേരെ മറിച്ച് അത് ഭാഷാശാസ്ത്രം മാത്രമാണെങ്കിൽ സസൂർ തന്നെയാണ്. അങ്ങനെയൊക്കെ പിതാക്കൾ വേണമെന്ന് ചോദ്യകർത്താക്കൾ ശാഠ്യം പിടിക്കുകയാണെങ്കിൽ നമുക്ക് പിതാക്കളെ കണ്ടെത്തേണ്ടതുണ്ടല്ലോ. ആ അർത്ഥത്തിലാണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ നോക്കുന്ന സന്ദർഭത്തിൽ സസൂറിൻ്റെ സങ്കല്പമേ, സസൂർ എന്താ പറഞ്ഞിരുന്നത്, സസൂർ അല്ല സഫീർ, സഫീറിൻ്റെ ഒരു ചിന്തയുമായിട്ട്, ചിന്ത തന്നെയാണ് ഭാഷാഘടന എന്ന് സഫീറാണ് പറയുന്നത്. സഫീറും അദ്ദേഹത്തിൻ്റെ ശിഷ്യനായിട്ടുള്ള വോർഫും ആൻഡ് ഇൻട്രഡക്ഷൻ ടു ദി സ്റ്റഡി ഓഫ് സ്പീച്ച് എന്ന് 1921 സഫീർ ഒരു പഠനം എഴുതുന്നു. ആ പഠനത്തിലാണ് ഭാഷയുടെ ഘടന തന്നെയാണ് ചിന്തിക്കുന്നത് എന്ന് പറയും. നമുക്ക് ചിന്തിക്കാൻ എന്ത് വേണം? ഭാഷ വേണം. മലയാള ഭാഷയുടെ ചിന്താഘടനയാണ് മലയാളിയുടെ ചിന്തയെ രൂപപ്പെടുത്തുന്നത്. സംസ്കൃതത്തിൻ്റെതാണ് സംസ്കൃതത്തിൻ്റെ ചിന്ത, സംസ്കൃത സംസാരിക്കുന്ന ആളുകളുടെ ചിന്ത പ്രകടിപ്പിക്കുന്ന എന്നുള്ള രീതിയിലേക്ക് വളർത്താവുന്ന, എന്ന് വെച്ചാൽ അദ്വൈതം എന്ന് പറയുന്നത് സംസ്കൃതത്തിലേ ഉണ്ടാവുകയുള്ളൂ, അത് ഗ്രീക്കിൽ ഉണ്ടാവില്ല എന്ന് വരെ നീട്ടാവുന്ന തരത്തിൽ ഭാഷയും ചിന്തയും തമ്മിലുള്ള ബന്ധം ത്തെക്കുറിച്ച് സഫീർ പറയുന്ന കാര്യത്തെ നമുക്ക് കൊണ്ടുപോകാനായിട്ട് സാധിക്കും. പിന്നീട് ദി സ്റ്റാറ്റസ് ഓഫ് ലിംഗ്വിസ്റ്റിക്സ് ആസ് സയൻസ് എന്നുള്ള പുസ്തകത്തിൽ ഇത് കൊണ്ടുവരും. ബെഞ്ചമിൻ വോർഫാണ് അതിനെ ഭാഷാഘടന, ഭാഷാചിന്ത എന്ന് വെച്ചാൽ ഒരു ഭാഷാ നിർണയവാദമാണ് ഇത് കൊണ്ടുവരുന്നത്. അത് തന്നെയായിരുന്നു നമ്മുടെ
പെരിയാറിൻ്റെ ചിന്താഗതിയിലുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു ഒബ്സർവേഷൻ. മറ്റൊരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ, ഞാൻ പറഞ്ഞല്ലോ ബ്ലൂംഫീൽഡ്, ഈ ബ്ലൂംഫീൽഡ് ഇങ്ങനെ എഴുതിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് 1933. ആ കാലഘട്ടത്തിൽ തന്നെയാണ് പെരിയാർ തൻ്റെ ഭാഷയെക്കുറിച്ചിട്ടും ഒക്കെ സംസാരിച്ചു തുടങ്ങിയിരുന്നത്. അതോടൊപ്പം വേറൊരു രസകരമായ സംഗതി എന്താണെന്ന് വെച്ചാൽ 1937 ബ്ലൂംഫീൽഡ് തൊൽക്കാപ്യം വായിക്കുന്നത്. ബ്ലൂംഫീൽഡ് തൊൽക്കാപ്യം വായിച്ചത് എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ ശാസ്ത്രികളുടെ ഒരു വിവരണം, ശ്രീനിവാസ ശാസ്ത്രികളുടെ തൊൽക്കാപ്യത്തെക്കുറിച്ചൊരു ഇംഗ്ലീഷിലൊരു ഗ്രന്ഥം വരുന്നു. ആ ഗ്രന്ഥം ബ്ലൂംഫീൽഡ് വായിക്കാനിടയാവുകയും വായിച്ച ഉടനെ തന്നെ PS ശാസ്ത്രികൾക്ക് അദ്ദേഹം ഒരു കത്ത് എഴുതുകയാണ് ചെയ്യുന്നത്. അദ്ദേഹം ബ്ലൂംഫീൽഡ് എഴുതിയത് എന്താണെന്ന് വെച്ചാൽ, ഇത് നമ്മുടെ പല ഭാഷാശാസ്ത്രകാരന്മാരും കോട്ട് ചെയ്യാറില്ല, അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ബ്ലൂംഫീൽഡ് ഇവിടെ പക്ഷേ പാണിനീയത്തെക്കുറിച്ച് ബ്ലൂംഫീൽഡ് പറഞ്ഞത് നമ്മൾ വലിയ കാര്യമായിട്ട് പറയും. മനുഷ്യ മസ്തിഷ്കത്തിൻ്റെ മഹാത്ഭുതം എന്നാണ് പാണിനീയത്തെക്കുറിച്ചിട്ട് അദ്ദേഹം ആ രീതിയിൽ അർത്ഥം വരുന്ന ഒന്നാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അതോടൊപ്പം തൊൽക്കാപ്യത്തെക്കുറിച്ചും പറഞ്ഞിട്ടുണ്ട് എന്നുള്ളത് ശ്രദ്ധയിൽപ്പെടുത്തേണ്ടതുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം പറയുന്നത്. തമിഴ് വ്യാകരണത്തിൻ്റെ മഹത്തായ പാരമ്പര്യം ലോക ജനതയ്ക്ക് മുമ്പിൽ പകർന്നു കൊടുത്ത താങ്കളോട് ഞങ്ങൾ കടപ്പെട്ടിരിക്കുന്നു എന്നാണ് ബ്ലൂംഫീൽഡ് എഴുതിയിരിക്കുന്നത്. അങ്ങനെ ലോകം വാഴ്ത്തിയിട്ടുള്ള തൊൽക്കാപ്യമാണ്, ഒരു ബ്രാഹ്മണിക്കൽ ടെക്സ്റ്റാണ്, അതിലൊന്നും തന്നെ ഇല്ല എന്ന് പെരിയാർ പറയുന്നത്. പെരിയാർ ബ്ലൂംഫീൽഡിനെ വായിച്ചിട്ട് പറയുന്നതല്ല, പെരിയാറിൻ്റെ സ്റ്റാൻഡ് അതായിരുന്നു, ബ്ലൂംഫീൽഡിൻ്റെ സ്റ്റാൻഡ് ഇതായിരുന്നു എന്ന് മനസ്സിലാക്കുമ്പോൾ എന്തായിരുന്നു തൊൽക്കാപ്യത്തിൻ്റെ മഹത്വം എന്നുള്ള കാര്യം നിങ്ങൾക്ക് തന്നെ, അല്ലെങ്കിൽ മഹത്വമില്ലായ്മ എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ അസസ് ചെയ്യാൻ പറ്റുമല്ലോ. പിന്നെ എൻ്റെ വേറൊരു ഒബ്സർവേഷൻ എന്താണെന്ന് വെച്ചാൽ, വെസ്റ്റേൺ എൻലൈറ്റ്മെൻറ്റ് യുക്തിബോധം അല്ലെങ്കിൽ വെസ്റ്റേൺ എൻലൈറ്റ്മെൻറ്റിൻ്റെ ഒരു ദാർശനിക ചിന്തയുമായി വളരെയധികം ഒത്തുപോകുന്നതാണ് പെരിയാറിസം എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതിൽ കാരണം എന്താണെന്ന് വെച്ചാൽ, വെസ്റ്റേൺ എൻലൈറ്റ്മെൻറ്റിൻ്റെ ഇതായിട്ട് പറയും നമ്മൾ, ഒന്ന് സ്വാതന്ത്ര്യം, മറ്റൊന്ന് യുക്തി, മറ്റൊന്ന് മനുഷ്യനുള്ള പ്രാധാന്യം, ശാസ്ത്രത്തിനുള്ള പ്രാധാന്യം, സെക്യുലർ സ്റ്റേറ്റിനുള്ള പ്രാധാന്യം എന്നുള്ളവയാണ്. അത് വെച്ച് നോക്കുമ്പോൾ ഇദ്ദേഹത്തിൻ്റെ ദർശനം എന്ന് പറയുന്നത് ഒരു പക്ഷേ ആ ബൈനറീസൊക്കെ ഇതിൻ്റെ ഒരു ഔട്ട്പുട്ടാണ് നമുക്ക് പറയാൻ പറ്റും. വെസ്റ്റേൺ എൻലൈറ്റ്മെൻറ്റ് യുക്തിബോധവുമായിട്ടാണ്. വെസ്റ്റേൺ എൻലൈറ്റ്മെൻറ്റിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒന്നിൽ പറയുന്നത് ഫ്രീഡമാണ്, സ്വാതന്ത്ര്യമാണ് പ്രബുദ്ധതയുടെ അഥവാ എൻലൈറ്റ്മെൻറ്റിൻ്റെ. പ്രബുദ്ധതയെ കൂടാതെ നമ്മൾ വേറൊരു പദം കൂടി മലയാളത്തിൽ അതിന് ഉപയോഗിക്കാറുണ്ട്. എന്തായിരുന്നു അത്? ജ്ഞാനോദയം എന്നുള്ള പദമാണ് ഉപയോഗിക്കുന്നത്. സ്വാതന്ത്ര്യമാണ് പ്രബുദ്ധതയുടെ, ആധുനികതയുടെ ലക്ഷണം. വെറും മനുഷ്യ സ്വാതന്ത്ര്യമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. അത് ഞാൻ ആ ഭാഗം ഒന്ന് വായിക്കുക, ഒരു കുറച്ചുകൂടി ക്ലാരിറ്റിക്ക് വേണ്ടിയിട്ട്. മനുഷ്യ സ്വാതന്ത്ര്യമല്ല ഇവിടെ സൂചിപ്പിക്കുന്നത്. ഇന്നലെ വരെ മാനസിക അടിമത്തത്തിൽ മയങ്ങിക്കിടന്നിരുന്ന മനുഷ്യൻ ഉയർത്തെഴുന്നേറ്റ് തനിക്ക് യജമാനനായി ഈശ്വരനോ മതമോ വെളിപ്പാടോ പാരമ്പര്യമോ ഇല്ല, ഞാൻ തന്നെയാണ് എൻ്റെ അധിപൻ എന്നുദ്ഘോഷിക്കുന്ന പ്രക്രിയയാണ് സ്വാതന്ത്ര്യം എന്ന് വെസ്റ്റേൺ എൻലൈറ്റ്മെൻറ്റ് യുക്തിബോധത്തിൻ്റെ സ്വാതന്ത്ര്യം പറഞ്ഞു. ഇത് തന്നെയല്ലേ പെരിയാറിൻ്റെ തന്മതിപ്പ് പറയുന്നത് എന്നാണ് എനിക്ക് നിങ്ങളുടെ മുമ്പിൽ ഉയർത്താനുള്ള ചോദ്യം. മറ്റൊന്ന് ക്രിട്ടിക്കൽ റീസൺ ആണ്. അത് നമ്മൾ മലയാളത്തിൽ വിധിവിധേയ യുക്തി എന്നൊക്കെയാണെന്ന് തോന്നുന്നു പറയുക. അത് നോക്കുകയാണ്. ക്രിട്ടിക്കൽ റീസൺ എന്ന് പറയുന്നത് യുക്തിയുടെ എല്ലാ വിധിയും വിധേയത്വമാണ്. യുക്തിയെ നിയന്ത്രിക്കുവാനും ചോദ്യം ചെയ്യാനും സാധിക്കുന്ന ഏക ശക്തി യുക്തി തന്നെ. ഈ ഇമാനുവൽ കാന്റിൻ്റെ 3 തരം യുക്തിയെക്കുറിച്ചിട്ട് കാന്റ് ആ സന്ദർഭത്തിൽ പറയുന്ന അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായിട്ട് 1781 പ്രസിദ്ധീകരിച്ചിട്ടുള്ള പ്രബന്ധത്തിൽ പറയുന്നുണ്ട്. അതിൽ ഒന്ന് ശുദ്ധയുക്തിയാണ്, മറ്റൊന്ന് പ്രായോഗിക യുക്തിയാണ്, മറ്റൊന്ന് മൂന്നാമത്തേത് ആസ്വാദന വിവേചന യുക്തി. ഇതൊക്കെ മലയാളത്തിൽ ഉപയോഗിക്കപ്പെട്ട തർജ്ജമ ഞാൻ കടമെടുത്തു എന്നേ ഉള്ളൂ. ശുദ്ധയുക്തി കൊണ്ട് വസ്തുക്കളെയും വിഷയങ്ങളെയും അറിയാം. പ്രായോഗിക യുക്തി കൊണ്ട് പ്രവർത്തിക്കുവാൻ പറ്റിയത് എന്തെന്ന് സ്ഥാപിക്കാൻ പറ്റും. ഈശ്വരനില്ലെന്ന് പെരിയാർ സ്ഥാപിക്കുന്ന വിധം ഇതിന് യോജിച്ചതാണ്. പെരിയാർ ജനിച്ചത് ദൃഢമായി ദൈവത്തിൽ വിശ്വസിക്കുന്ന കുടുംബത്തിലായതിനാൽ ഹൈന്ദവ പുരാണങ്ങളിൽ കുട്ടിക്കാലത്ത് തന്നെ അദ്ദേഹത്തിന് നല്ല അറിവുണ്ടായിരുന്നു. ഞാൻ ആ കാര്യം സൂചിപ്പിച്ചു. ഈ അറിവിൻ്റെ അടിസ്ഥാനത്തിലാണ് ദൈവസങ്കല്പം തട്ടിപ്പാണെന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞത്. ദൈവം എന്നൊന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് സമൂഹത്തിൽ സത്യം സ്ഥാപിക്കപ്പെടുന്നില്ല? എന്തുകൊണ്ടാണ് ദൈവത്തിൻ്റെ നാട്ടിൽ നടക്കുന്ന തിന്മകൾ തടയാൻ അദ്ദേഹത്തിന് പറ്റാത്തത്? എന്നിത്തരം ചോദ്യങ്ങൾ ചോദിപ്പിക്കുകയും ഗാന്ധിയുടെ മതസങ്കല്പത്തോട് അദ്ദേഹത്തിന് എതിർക്കാനും പറ്റുന്നത് അതുകൊണ്ടാണെന്നർത്ഥം. അത്തരത്തിലുള്ള ഇച്ഛാശക്തി അദ്ദേഹം ഇതിൽ കാണുന്നുണ്ട്. വേറൊന്ന് ആധുനിക ശാസ്ത്രത്തിനാണ്. ശാസ്ത്രം
മാത്രം ആശ്രയിച്ച് അതിനെ യഥാർത്ഥ ജ്ഞാനമായി അവരോധിച്ച് അതിൽ അധിഷ്ഠിതമായ സാങ്കേതിക ജ്ഞാനം ഉപയോഗിച്ചുകൊണ്ട് ഒരു പുതിയ സിവിലൈസേഷൻ അഥവാ നാഗരികതയെ കെട്ടിപ്പടുക്കണം എന്നുള്ളതും അതിൻ്റെ ഒരു വെസ്റ്റേൺ എൻലൈറ്റ്മെൻറ്റ് യുക്തിബോധത്തിൻ്റെ ഒരു ഔട്ട്പുട്ടായിരുന്നു. ഇതേപോലെ തന്നെയായിരുന്നു തമിഴ് പുരോഗമന ആശയത്തിന് പകരം ജാതി വിവേചനത്തിലും മറ്റു സാമൂഹ്യ വിഭജനത്തിലും തന്നെയാണ് ഉറച്ചു നിൽക്കുന്നതെന്ന് ബോധ്യപ്പെട്ടുകൊണ്ടാണ് അദ്ദേഹം തമിഴിനെ പിൽക്കാലത്ത് തള്ളിപ്പറയുകയും തമിഴിനെ പുരോഗമന ഭാഷയാക്കണമെങ്കിൽ അത് ഇംഗ്ലീഷിനെ പിൻപറ്റണമെന്ന് ആഹ്വാനം ചെയ്യുകയും ചെയ്യുന്നത്. ഇനി നമ്മൾ സെക്യുലർ സ്റ്റേറ്റ് എന്നുള്ള കോൺസെപ്റ്റും പെരിയാറിൻ്റെ കോൺസെപ്റ്റും എങ്ങനെയാണ് ബന്ധപ്പെടുന്നതെന്ന് നോക്കിയാൽ രാഷ്ട്രവും മതവും തമ്മിൽ ബന്ധമില്ല. ഒരു രാജ്യത്തെ പൗരനായതുകൊണ്ട് ആ രാജ്യത്ത് പ്രാബല്യത്തിൽ നിൽക്കുന്ന മതം ഒരാൾ സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. ഒരു വ്യക്തിയുടെ മതം അയാളുടെ തീരുമാനത്തിൽപ്പെട്ടതാകുന്നു. പാശ്ചാത്യ പ്രബുദ്ധയുടെ അടിസ്ഥാനപരമായും അത് മതവിരുദ്ധമായിട്ടുള്ളതാണ്. മതവിരുദ്ധം കൊട്ടേഷനിലാണ് ഞാൻ പറയുന്നത്. പെരിയാറിൻ്റെ മതേതര സങ്കല്പം ഇക്കാര്യത്തോടാണ് യോജിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കും. അദ്ദേഹം മതേതരത്വം എന്ന് പറയുന്നത് എന്താണെന്ന് ആലോചിക്കണം. ഇന്ന് ഇന്ത്യൻ കോണ്ടെക്സ്റ്റിൽ അത് എത്രമാത്രം പ്രസക്തമാണെന്നും കൂടി ആലോചിക്കണം. അദ്ദേഹം പറയുന്നത് ഒരു സർക്കാർ എല്ലാ മതങ്ങളെയും ഒരുപോലെ പരിഗണിക്കണം എന്നതല്ല, മറിച്ച് സർക്കാരിന് മതങ്ങളെക്കുറിച്ചുള്ള ചിന്തയെ പാടില്ല. ഏതൊരു മതവുമായി സർക്കാർ യാതൊരുവിധ ബന്ധവും പുലർത്തുവാൻ പാടില്ലെന്നാണ്. ഇതെനിക്ക് തോന്നുന്നത് ഫ്രഞ്ച് സെക്യുലറിസവുമായിട്ടായിരിക്കും ഇതിന് കൂടുതൽ ബന്ധം എന്നാണ് എനിക്ക് തോന്നുന്നത് പെരിയാറിൻ്റെ. ഞാൻ കറക്റ്റാണോന്നറിയില്ല. പെരിയാർ നിലയുറപ്പിച്ചിരുന്നത് ഒരർത്ഥത്തിൽ ഇങ്ങനെ നോക്കുമ്പോൾ പാശ്ചാത്യ പ്രതിബദ്ധതയുടെ, പക്ഷേ ഇന്ന് ഇപ്പോൾ കോഗ്നിറ്റീവ് ലിംഗ്വിസ്റ്റിക്സ് ഒക്കെ ഈ വെസ്റ്റേൺ എൻലൈറ്റ്മെൻറ്റ് യുക്തിബോധത്തെ തള്ളിക്കളയുകയാണ്. ക്രിട്ടിക്കൽ റീസണെ മാത്രമേ അവർ പറ്റുന്നുള്ളൂ. അതൊരു എംബഡീഡ് കൊഗ്നീഷൻ്റെ ഭാഗമായിട്ടാണ്. അങ്ങനെയും നമുക്ക് പെരിയാറിനെ വായിക്കാം. അതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ആ കാര്യത്തിലേക്കൊന്നും കടക്കുന്നില്ല എന്ന് പറയുന്നു. ഇനി ഞാൻ കുറച്ച് ഭാഗം സ്കിപ്പ് ചെയ്തിട്ടുണ്ട്. ചർച്ചയിൽ വരികയാണെങ്കിൽ ആ ഭാഗങ്ങളുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് പറയാം. ഇങ്ങനെ വല്ലാണ്ട് നിങ്ങളെ കൊല്ലരുതല്ലോ എന്ന അർത്ഥത്തിലാണ്. പെരിയാറിനെ ഉള്ള തമിഴ് മതിപ്പ്, പെരിയാറിന് ശേഷം എന്ത് സംഭവിച്ചു? കുറേയധികം ഇപ്പോഴും പെരിയാറിനെ കുറിച്ച് പഠിക്കുന്ന ആളുകൾ ഇപ്പോൾ ഗാന്ധിസം പോലെ മാർക്സിസം പോലെ എന്തുകൊണ്ട് ഇത് ആഗോള തലത്തിൽ ശ്രദ്ധിക്കപ്പെട്ടില്ല എന്നൊരു കേരളത്തിൽ പോലും അത് വൈക്കം സത്യാഗ്രഹത്തിന് ശേഷം പെരിയാർ എന്ന് പറയുന്ന, ഇപ്പോൾ പെരിയാറിനൊരു സ്ഥാപനമൊക്കെ ഉണ്ടായി നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് ദിവസം മുൻപ്. ആവാത്തത് എന്ത് എന്നിങ്ങനെയുള്ള ചില ആലോചനകളൊക്കെ നടക്കാറുണ്ട്. അങ്ങനെ ഒരു സംഗതി തമിഴ്നാട്ടിൽ എന്താണ് ഉണ്ടാക്കിയെന്ന് കൂടി ആലോചിക്കേണ്ടതല്ലേ എന്നുള്ളത്. അപ്പോൾ ഇതിനെ എനിക്ക് തോന്നിയിട്ടുള്ളത് ഉലക തമിഴ് ആരാய்ச்சி നിരൂപണം എന്ന് പറഞ്ഞാൽ ഇൻ്റർനാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് തമിഴ് സ്റ്റഡീസ് എന്ന് പറഞ്ഞതുകൊണ്ട് തമിഴ്നാട് സർക്കാരിൻ്റെയും യുനെസ്കോയുടെ നേതൃത്വത്തിൽ നടക്കുന്ന സ്ഥാപനമാണിത്. തമിഴ് സാഹിത്യം, കലാ, സംസ്കാരം, സാമൂഹ്യ വിജ്ഞാനം, ഭാഷാശാസ്ത്രം എന്നീ വിഷയങ്ങളിൽ ഗവേഷണം ഏർപ്പെടുകയും പുസ്തകം രചിക്കുകയാണ് ഇതിൻ്റെ രീതി. അത് തമിഴിനോടുള്ള പെരിയാറിസത്തിൻ്റെ ഒരു നിലപാട് സൂക്ഷിക്കുന്നു എന്നറിയാം. പിന്നെ ചെമ്മൊഴി തമിഴായ്വ് മത്തിയ നിർവനം എന്ന് പറഞ്ഞിട്ടുള്ള ദി സെൻട്രൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ക്ലാസിക്കൽ തമിഴ് എന്ന് പറയുന്നത് ധാരാളം തമിഴ് പുരോഗമന ആശയങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന, അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, അത് പറയുന്നില്ല. ഇനി എങ്ങനെയുള്ള ഒരു ബുദ്ധിജീവിക്ക് തമിഴിൽ പറയാറുള്ളത് അറിവാളി എന്നാണ്. അറിവ് ആളുന്നവനാരോ അവൻ അറിവാളി എന്ന് മലയാളിയെ പോലെ തന്നെ നമുക്ക് പറയാം. പക്ഷേ മലയാളിയുടെ ആളലല്ല ഇവിടുത്തെ ആളലെന്ന മാത്രം. പെരിയാർ എന്ന ബുദ്ധിജീവി ഇന്ത്യൻ പേരുകളിൽ ആധുനിക ചിന്ത കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ള കാര്യം ഇതിൽ നിന്ന് മനസ്സിലാക്കും. ഒരു ജനാധിപത്യ സമൂഹമായി തമിഴകത്തെ കാണാനുള്ള വഴികളാണ് പെരിയാർ അന്വേഷിച്ചത്. വിവേചനരഹിതമായൊരു മാതൃഭാഷയാണ് ഒരു നാടിനെ ജനാധിപത്യ സമൂഹമാക്കി മാറ്റുക എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു ചിന്താരീതി. ആധുനിക ചിന്തയുടെ പ്രോദ്ഘാടകനായ റെനെ ദെക്കാർത്തെ പറയുന്ന ചില സംഗതികളുമായിട്ട് ഇദ്ദേഹത്തിൻ്റെ ചില പ്രസ്താവനകൾക്ക് ബന്ധമുണ്ടെന്ന് തോന്നുന്നു. കാരണം ദെക്കാർത്തയുടെ ഒരു പ്രസിദ്ധമായ വാക്യമുണ്ടല്ലോ, ഞാൻ ചിന്തിക്കുന്നു അതിനാൽ ഞാനുണ്ട്. അന്ന് വെച്ചാൽ ഞാൻ ചിന്തിക്കുന്നു എന്ന് പറഞ്ഞാൽ തനിക്ക് തന്നോട് മതിപ്പുണ്ടെന്നും അതുകൊണ്ട് താൻ ഉണ്ടാകുന്നു, താൻ ഉണ്ടാകുമ്പോൾ മാത്രമേ അസമത്വങ്ങൾക്കെതിരെ പോരാടാൻ പറ്റുന്നു എന്നുള്ള രീതിയിലേക്ക് ഈ കാര്യങ്ങൾ നീട്ടാവുന്നതാണ് എന്നർത്ഥം. അപ്പോൾ ഈ പറയുന്ന പല കാര്യങ്ങളും അദ്ദേഹം ചെയ്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞു അദ്ദേഹം ദ്രാവിഡ നാട് എന്നുള്ള ആശയം എങ്ങനെയാണ് അത് ഇല്ലാതായി പോയത് എന്നുള്ളതും പറഞ്ഞു. അതോടൊപ്പം തന്നെ
പെരിയാറിസവുമായിട്ട് പെരിയാറിൻ്റെ പല സംഗതികളും കേരളവുമായി ബന്ധപ്പെടുന്ന രീതിയിൽ ഏതെങ്കിലും സ്റ്റഡി നടന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ, മലയാളത്തിലൊരു സ്റ്റഡി വളരെ മുമ്പ് ഡോക്ടർ KM പ്രഭാകര വാര്യർ നടത്തിയിട്ടുണ്ട്. KM പ്രഭാകര വാര്യർ നടത്തിയിട്ടുള്ള സ്റ്റഡി എന്താണെന്ന് വെച്ചാൽ, പുരോഗമന സാഹിത്യ പ്രസ്ഥാനവും ദ്രാവിഡ പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചിട്ടാണ് അദ്ദേഹം സ്റ്റഡി നടത്തിയത്. അങ്ങനെ ഒരു ബന്ധത്തെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി നടത്തേണ്ടതുണ്ടോ എന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷെ അതിൽ ചില പ്രത്യേക കാര്യങ്ങൾ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ അതിൽ പ്രധാനം നമ്മുടെ ഈ ദ്രാവിഡവാദം എന്ന് പറയുന്നത് തമിഴ്നാട്ടിൽ ജാതിബോധം കൂടുതൽ ഉണ്ടാക്കുവാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുവാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഡോക്ടർ KM പ്രഭാകരവാര്യരുടെ ഒരു കണ്ടെത്തൽ എന്ന് പറയുന്നത്. അല്ലാതെ വേറെ ഒരു ബന്ധവും പുരോഗമന സാഹിത്യവുമായിട്ട് അതിന് ബന്ധമില്ല എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും കാര്യങ്ങളാണ്. ഞാനത് എത്രമാത്രം ഏകദാനതയോടുകൂടി സംസാരിച്ചു എന്ന് എനിക്കറിയില്ല. എങ്കിലും ഉപസംഹരിച്ച് പറയുകയാണെങ്കിൽ അതിലൊരു പക്ഷേ ചില കാര്യങ്ങളൊക്കെ വീണ്ടും തെളിയാം എന്നുള്ളത് കൊണ്ട് ഒരു 5 മിനിറ്റ് കൂടി ഉപസംഹാരം വായിക്കാനുള്ള ക്ഷമ കാണിച്ചാലും, പെരിയാറിസം തമിഴ്നാട്ടിൽ മാത്രം ഒതുങ്ങിപ്പോയെന്നും കേരളത്തിൽ പോലും അത് പ്രാവർത്തികമാക്കാനായില്ലെന്നും പൊതുവെ പറയാറുണ്ട്. ഈ സന്ദർഭത്തിൽ മലയാളത്തിലെ പുരോഗമന പ്രസ്ഥാനം ദ്രാവിഡ പ്രസ്ഥാനവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് നേരത്തെ പഠിച്ചിട്ടുണ്ട്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ നമ്മുടെ KM പ്രഭാകര വാര്യരാണ്. അദ്ദേഹം പറയുന്നത് തമിഴ്നാട്ടിലെ സാമൂഹികമായ അസമത്വത്തെക്കുറിച്ച് അതിനെതിരെ പ്രവർത്തിക്കേണ്ടതിനെക്കുറിച്ചും ജനങ്ങളെ ബോധ്യപ്പെടുത്തി. 2, സാമൂഹ്യ രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ മേൽത്തട്ടുകാർക്ക് വിശേഷിച്ചും ബ്രാഹ്മണർക്കുണ്ടായിരുന്ന ആധിപത്യം അവസാനിപ്പിക്കാൻ സാധിച്ചു. ഈ സന്ദർഭത്തിലാണ് നമ്മുടെ മൃദുല മുഖർജി എഴുതിയിട്ടുള്ള ഒരു ലേഖനത്തിൽ അവർ പറയുന്നു, പെരിയാറിസം ചെയ്തിരുന്നതെന്ന് വെച്ചാൽ തമിഴ്നാടിൻ്റെ ബൗദ്ധിക പാരമ്പര്യം നയിച്ചിരുന്ന ബ്രാഹ്മണന്മാരെ കന്നഡയിലേക്കും അമേരിക്കയിലേക്കും നാട് കടത്തിയെന്നല്ലാതെ മറ്റൊന്നും തന്നെ അതുകൊണ്ടുണ്ടായിട്ടില്ല എന്ന് പറയാറുള്ളത്. അത് കുറച്ച് തിക്തിയാണെങ്കിലും സാമൂഹികവും മതപരവുമായ അനാചാരങ്ങളെക്കുറിച്ചുള്ള ബോധം ജനങ്ങളിൽ പ്രമിച്ചു. തമിഴ് ഭാഷ, തമിഴ് സംസ്കാരം എന്നിവയെക്കുറിച്ചുള്ള അഭിമാനം മലർത്തി. ആ അഭിമാനം എന്നുള്ളതിൻ്റെ ഒരു തരത്തിൽ പറഞ്ഞ പ്രതിലോമമായ അംശം ഇപ്പോഴും തമിഴ്നാട്ടിലെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതും ഇതിൻ്റെ ഒരു ദോഷമായിട്ട് തന്നെ നമുക്ക് കാണാം. കാരണം എന്ന് വെച്ചാൽ, ഞാൻ ചിന്തിക്കുന്നത് നമ്മൾ ഭാഷയെക്കുറിച്ച് സംസാരിക്കേണ്ടത് ഏതെങ്കിലും ഒരു ഭാഷയെ പ്രതിസ്ഥാനത്ത് നിർത്തിയേ അല്ല. അങ്ങനെ പ്രതിസ്ഥാനത്ത് നിർത്തി സംസാരിക്കേണ്ടി വന്ന സാമൂഹ്യ അന്തരീക്ഷം വിശദീകരിച്ചു കഴിഞ്ഞു. അതാണ് പെരിയാറിസത്തിൻ്റെ പ്രത്യേകത. ആ കാലഘട്ടം കഴിഞ്ഞാൽ ഒരു ഭാഷാ മേഖലയിൽ താമസിക്കുമ്പോൾ എടുക്കേണ്ട ചില സംഗതികൾ ഭാഷാപരമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്ന് പെരിയാറിസം പറയുമ്പോൾ തന്നെ ആലോചിക്കേണ്ടതാണ്. അപ്പോൾ പെരിയാർ മുന്നോട്ട് വെച്ച തന്മതിപ്പ് എന്നതിൽ അധിഷ്ഠിതമാണ് അദ്ദേഹത്തിൻ്റെ ഭാഷാ ദർശനം. അതിനാൽ അത് സ്വത്വ ബോധത്തിൽ കൂടികൊള്ളും. ആ സ്വത്വബോധം എന്ന് പറയുന്നത് ജാതിയുടേതാവാം, മതത്തിൻ്റേതാവാം, ലിംഗത്തിൻ്റേതാകാം എന്നർത്ഥം. പിൽക്കാലത്ത് അദ്ദേഹത്തെ പഠിച്ച പ്രസിദ്ധ ചിന്തകനായ അഭിമന്യു അർണി ഇപ്രകാരം തമിഴ്നാടിനപ്പുറത്തേക്ക് പെരിയാറിസം നീങ്ങിയിൽ അദ്ദേഹം പറയുന്നു, വ്യാവസായിക യൂറോപ്പിലെ ബൂർഷാസികൾക്കപ്പുറത്തേക്ക് എത്താൻ മാർക്സിസത്തിന് സാധിച്ചതുപോലെ പെരിയാറിസത്തിന് കഴിയാതെ പോയത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം അദ്ദേഹം അന്വേഷിക്കുന്നുണ്ട്. ഭാഷ പോലുള്ള ഇന്ത്യൻ സാംസ്കാരിക വൈവിധ്യങ്ങൾ, അവയുടെ പരിമിതികൾ ഉണ്ടെങ്കിലും അസമത്വത്തിൻ്റെയും വിവേചനത്തിൻ്റെയും ഇന്ത്യൻ വേരുകൾ കണ്ടെത്തി വിവേചനരഹിതമായ തികച്ചും ഇൻക്ലൂസീവായ ഭാഷയ്ക്കും സമൂഹത്തിനും വേണ്ടി ആഗോളതലത്തിലേക്ക് തമിഴ്നാടിൻ്റെ മികച്ച ദാർശനിക പാരമ്പര്യത്തെ കൊണ്ടുപോകുവാൻ പെരിയാറിസത്തിന് സാധിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു. അത് ദളിത്, ശൂദ്രൻ, സ്ത്രീകൾ തുടങ്ങിയിട്ടുള്ള ആളുകളുടെ ഒരു വിമോചന മാർഗമായിട്ട് കാണാൻ പറ്റും. ഇന്ത്യയിൽ തന്നെ ക്യൂർ സ്പെക്ട്രത്തിനും അതുപോലെ തന്നെ മറ്റ് ദളിത് വിഭാഗത്തിനും സ്ത്രീകൾക്കുമൊക്കെ തന്നെ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഏറ്റവും കൂടുതലുള്ള സർഗാത്മക ആവിഷ്കാരങ്ങൾ ഉണ്ടാക്കുന്നതിനും പൊതുമണ്ഡലത്തിൽ വിസിബിലിറ്റി കൂടാനും ഉള്ള ഒരു കാരണം പെരിയാറിസം തന്നെയാണെന്നതിൽ എനിക്ക് സംശയമേ ഇല്ല. ഇത്രയും പറഞ്ഞുകൊണ്ട് ഇത്രയും നേരം തന്മതിപ്പിൽ ആഹ്ലാദിച്ച നിങ്ങളോടും ഞാൻ കടപ്പെട്ടിരിക്കുന്നു.